ഓക്കെ, ഞാൻ ആദ്യം എനിക്ക് കുറച്ച് ക്വയറീസ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഈ ആൾക്കാർക്ക് അറിയേണ്ടത് ഈ പ്രീമിയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഡസ് എനിബഡി നോ? ആർക്കെങ്കിലും അറിയാവോ? മെസ്സേജ് വിടാവോ എനിക്ക്? പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും മതി. എമൗണ്ട് പ്രീമിയം ഉണ്ടെന്നല്ലേ ഇപ്പോ സ്ട്രൈക്കിന്? നമ്മളുടെ ഇൻഡെക്സ് ചാർട്ട് നോക്കിയിട്ടും അതേപോലെ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടും അതിന്റെ ഡിഫറൻസ് എടുത്തിട്ടല്ല നമ്മൾ പ്രീമിയം നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിഫ്റ്റി 21,200 ആണ്, 250 ട്രേഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ 21,200 സി എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് ശരിക്കും ഒരു മിനിറ്റ് ആദർശ്, I'll just open. ഇതാണ് നിഫ്റ്റി. I'll just open this. ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്, ഇപ്പൊ ലാസ്റ്റ് ട്രേഡ് ചെയ്തത് 21,448 കാൽക്കുലേറ്റ് ചെയ്ത അക്കൗണ്ടിലപ്പോ. അപ്പൊ നമ്മളിപ്പോ 21,400 സി എടുത്തു. അതിപ്പോ 182 182.4 അത് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രീമിയം എത്ര? അതിന്റെ പ്രീമിയം 182 മൈനസ് 48 ആണ് നമ്മുടെ പ്രീമിയം വരുന്നത്. 182 മൈനസ് 48 ആണ് പ്രീമിയം വരുന്നത്. യു ആർ കറക്റ്റ്. തിരിച്ചെടുത്തേ 21,500 അത് 116 ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 52 ആണ് കുറയ്ക്കേണ്ടത്. അതിൽ നിന്ന് 52 കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രീമിയം ആയി. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് LTP മൈനസ് എന്താ പറയാ സ്ട്രൈക്ക് പ്രൈസ് എത്ര വരുന്നോ അതാണ് ആക്ച്വൽ പ്രൈസ്. അതിൽ കൂടുതൽ എന്തോരം വരുന്നു, അതായത് സി എടുക്കുമ്പോൾ LTP മൈനസ് സ്ട്രൈക്ക്. ഇപ്പൊ 21,448 ആണ് LTP, 21,400 ആണ് എടുക്കുന്ന സ്ട്രൈക്ക് എങ്കിൽ 21,448 മൈനസ് 21,400 ആണ്. അപ്പൊ എത്ര വരുന്നോ അതാണ് ആക്ച്വൽ പ്രൈസ്, റിയൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ മേലിൽ എന്തോരം വരുന്നു അതാണ് പ്രീമിയം എന്ന് പറഞ്ഞ സാധനം. ഈ ടോട്ടൽ എമൗണ്ടിനെ നമുക്ക് ഒരിക്കലും പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ റിയൽ വാല്യൂ. OTM ആണെന്നുണ്ടെങ്കിൽ 100% പ്രീമിയം ആണ്. അതിൽ എന്തോ ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,550 CE 96.2 ആ 96.2 പ്രീമിയം ആണ്. അത് ഫുൾ എമൗണ്ട് പ്രീമിയം മാത്രമേ ഉള്ളൂ. മറ്റേതിൽ അങ്ങനെയല്ല. മറ്റേതിലൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിന് കൂടുതൽ എന്തോരം വരുന്നോ അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പം മറ്റേ ആവുമ്പോ PE ആവുമ്പോ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് LTP ആണ് റിയൽ വാല്യൂ. അതിൽ കൂടുതൽ എന്തോരം എന്ത് വരുന്നോ ട്രേഡഡ് വാല്യൂ വരുന്നോ അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഇത് പറയാൻ പ്രത്യേകിച്ച് കാര്യം എന്താന്ന് വെച്ചാല്, നമുക്കിത് ഇപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച നിഫ്റ്റി ശരിക്കും ലിറ്ററലി ഒരു പണി തരികയാണ് ചെയ്തത്. നിഫ്റ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിയുടെ വാല്യൂ കൂടുതൽ ഇവിടെ വെച്ചിട്ടൊക്കെ പിയുടെ വാല്യൂ കൂടുതലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിഫ്റ്റി തിരിച്ച് കയറി പോവുകയാണ് ചെയ്തത്. ഇപ്പൊ ഇന്നലെ സെൻസെക്സ് എടുക്കുകയായിരുന്നുണ്ടെങ്കിൽ, ഇന്നലെ സെൻസെക്സ് നമ്മൾ ആക്ച്വലി ഇതെടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് സെൻസെക്സിന്റെ ആ ചാർട്ടിന് കിട്ടില്ല. ഇപ്പൊ സെൻസെക്സ് ഈ സമയത്തൊക്കെ ഇപ്പൊ ഈ ട്രേഡഡ് സമയത്തൊക്കെ സിയുടെ വാല്യൂ ഓൾമോസ്റ്റ്, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, 100 പോയിന്റ്സ് പ്രീമിയത്തിലായിരുന്നു. PE ആ സമയത്ത് വെറും 20 പോയിന്റ്സ് 30 പോയിന്റ്സ് പ്രീമിയത്തിലായിരുന്നു. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അത് ഒരു 95% അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു 5% ചാൻസേ ഉള്ളൂ നേരെ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അത് എക്സ്പയറി ഡേയുടെ അന്ന് ആ എക്സ്പയറിയുടെ സാധനത്തിന് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. വേറെ സാധനങ്ങൾക്ക് എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ വെള്ളിയാഴ്ച എന്താ പറയുക, ബാങ്ക് നിഫ്റ്റിയുടെ എടുത്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് സിയുടെ പ്രൈസ് ആയിരിക്കും എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുക PE കാട്ടി. പക്ഷെ അതിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ എക്സ്പയറി ഡേയുടെ അന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PEയുടെ വാല്യൂ ആണ് കൂടുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ താഴേക്ക് വരാനായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുക. അതിനൊരു എന്താ പറയാ, ഒരു എഗെയിൻസ്റ്റ് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ച നിഫ്റ്റി ആയിരുന്നു. നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ PEയുടെ പ്രൈസ് ആയിരുന്നു കൂടുതൽ, ബട്ട് മാർക്കറ്റ് വെന്റ് അപ്പ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് കാരണം ഇതിന് മേലിൽ വന്നപ്പോൾ ഉണ്ടായ ഇതാണ് ഷോർട്ട് കവറിംഗ് ആണ്. ഈ ഷോർട്ട് കവറിംഗ് ആണ് ക്രിയേറ്റഡ് ആയത്. ഇതിന് മേലിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഷോർട്ട് കവറിംഗ് ആണ് അത് ക്രിയേറ്റഡ് ആവാൻ കാരണം. പക്ഷെ സെൻസെക്സ് ഇന്നലെ ഓൾമോസ്റ്റ് ഷുവർ ആയിരുന്നു. CE വാസ് ഓൾമോസ്റ്റ് എന്താ പറയാ,
ഒരു 2:30 മണിയായപ്പോൾ പോലും ഓൾമോസ്റ്റ് 2:30 പോലും സിയുടെ പ്രീമിയം 90 to 100 rupees പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ സംഭവിക്കാൻ പോകുന്ന എന്നുള്ള കാര്യം. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഒരു കാര്യം. എനിക്ക് 1-2 ക്വയറീസ് വന്നത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇനി നിങ്ങൾ പറ, എന്താണ് അറിയേണ്ടത്? വെറുതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് വിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഓപ്ഷൻ റൈറ്റേഴ്സ് ആണ്. ഓപ്ഷൻ റൈറ്റേഴ്സ് കീപ്പ് ഓൺ സെല്ലിങ്. അവർക്ക് വന്ന പ്രൈസിലൊക്കെ അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് കൂടില്ല. ഇപ്പൊ പി ദേ ആർ കീപ്പ് ഓൺ സെല്ലിങ്. അവർ പി സെല് ചെയ്യാണ്. അവർ വാങ്ങിക്കാൻ ആളുണ്ടോ ഇല്ല എന്നല്ല, അവര് ഏത് പ്രൈസിൽ വാങ്ങിക്കാൻ ആളുണ്ടോ ആ പ്രൈസിൽ സെല് ചെയ്യാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഇപ്പൊ മിനിയാന്ന് വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാങ്ക് നിഫ്റ്റി ഏതോ ഓർമ്മ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ഡിസ്കൗണ്ടിലായിരുന്നു ട്രേഡ് ചെയ്തിട്ടുള്ളത്. അതെ, പി ആണ്, ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നപ്പോ ഈ 47,000 സോറി ബാങ്ക് നിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അത് ഞാൻ ആ ഗ്രൂപ്പിൽ ആ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 47,000 താഴെ നിൽക്കുമ്പോൾ പോലും 47,000ന്റെ സി പിന്നെയും കാട്ടി പ്രൈസ് കൂടുതലായിരുന്നു. അതായത് 47,000 താഴെ ട്രേഡ് ചെയ്യുമ്പോൾ പോലും സിയുടെ പ്രൈസ് പിയുടെ പ്രൈസിനെ കാട്ടി കൂടുതലായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച. അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതിന് കാരണം ബേസിക്കലി അവർക്ക് അറിയാം, ഡോണ്ട് കൺസിഡർ ദം ആസ് ഫൂൾസ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അവർക്കറിയാം അവിടെ നിന്ന് മാർക്കറ്റ് കയറി പോകാൻ 47,000 മേലിൽ പോകും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് വാട്ട് ദേ ആർ ഡൂയിങ്. അവര് 47,000 പി ദേ വിൽ കീപ്പ് ഓൺ സെല്ലിങ്. എന്നാൽ സി സെല് ചെയ്യാൻ ആളുണ്ടാവില്ല, സിക്ക് സെല്ലേഴ്സ് ഉണ്ടാവില്ല. അപ്പോ ബേസിക്കലി സെല്ലർ ഇല്ലാത്തപ്പോ ബയറിന്റെ ഡിമാൻഡ് കൂടും. നിങ്ങൾ ഈ പറഞ്ഞതിന്റെ എന്താ പറയാ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ബേസിക്കലി ഇതിന്റെ കൺസെപ്റ്റ്. ഇതിൽ സപ്ലൈ ഉണ്ടാവണം. ഓപ്ഷനിൽ എപ്പോഴും ഫസ്റ്റ് സപ്ലൈ ആ വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ബയർ വരുന്നത്. ആദ്യം സെല്ലറാ വരുന്നത്, പിന്നെയാണ് ബയർ വരുന്നത്. അതുകൊണ്ടാണ് സെല്ലർ ഇമ്പോർട്ടന്റ് ആവുന്നത് ഓപ്ഷനിൽ. എപ്പോഴും സെല്ലറിനാണ് ഇമ്പോർട്ടൻസ്. സെല്ലറാണ് ഫസ്റ്റ് വരുന്നത്. ആദ്യം ഒരാൾ വിൽക്കാൻ ഉണ്ടാവണം, നാളെ വിൽക്കാനുള്ള പ്രൈസാണ് ആദ്യം ക്രിയേറ്റഡ് ആവുന്നത്. ആ പ്രൈസിന് ഒരാൾ വാങ്ങിക്കുമ്പോഴാണ് അത് LTP ആവുന്നത്. അതാണ് ഓപ്ഷന്റെ പ്രത്യേകത. മനസ്സിലായോ? വേറെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടണം, പക്ഷെ അതിനകത്ത് ഓഡിയോ കയറി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് റെക്കോർഡ് ഇല്ല ഇപ്പൊ ഇതിന്റെ അകത്ത്. എനിക്ക് മെസ്സേജസ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. ജസ്റ്റ് ലീവ് ഇറ്റ്, നോ പ്രോബ്ലം. നോക്കാം. ഓക്കെ. അപ്പൊ അതാണ് സംഭവം. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം മറ്റേ ഇതല്ലേ, നമ്മുടെ ഏതാണ് നമ്മുടെ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി ആണോ? വിവാപ്പ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇന്നത്തത് എടുത്താലാണ് ഒന്ന് കിട്ടുക. അത് ഒരു ദിവസം ഒന്ന് കിട്ടിയാലായി എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ കിട്ടിയതായിരിക്കും. അങ്ങനെ ഒരു ഗുണം ഉണ്ടാവില്ലേ? ഓക്കെ, ഫസ്റ്റ് സ്ട്രാറ്റജിയോട് ഒന്ന് പറയണേ. വോളിയം സ്ട്രാറ്റജിയോട് ഒന്ന് പറയണേ. അത് പറയാം. അത് ഇതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതായോണ്ട് ഞാൻ പറയാം. പറയാം. അത് പറഞ്ഞുതരാം. ഐ എക്സ്പ്ലെയിൻ. ഇതിൽ നമുക്കിപ്പോ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, വ്യാഴാഴ്ച ആയോണ്ട് വി വിൽ നോട്ട് ഗെറ്റ് എ പ്രോപ്പർ ദിസ് തിങ്. ചാർട്ട്സ് ഇതിന്റെ കുറച്ചല്ലേ കിട്ടുള്ളൂ. നമുക്ക് ഫിൻ നിഫ്റ്റി നോക്കുന്നതായിരിക്കും അപ്പൊ കുറച്ചുകൂടെ നല്ലത് അല്ലേ? കുറച്ച് അഡീഷണൽ ആയിട്ട് ഡേയ്സ് വരുന്നത്, അതായിരിക്കും നല്ലത്.
ഇത് ബേസിക്കലി എന്താന്ന് വെച്ചാലേ കിട്ടുമോ നോക്കാം. ഇത് ഏതാണ്ട് ഇതുപോലെ കിട്ടണം. ജസ്റ്റ് കാണാവോ നിങ്ങൾക്കിപ്പ? കാണാം. ഇത് വളരെ റെയർ ആയിട്ട് മോനെ വരുള്ളൂ. ഇത് നോക്കിയിരിക്കരുത്, ചിലപ്പോൾ ട്രേഡ് കിട്ടിയില്ല എന്ന് തന്നെ വരും. മനസ്സിലായല്ലോ? ഇതിപ്പോ നമ്മൾ നോക്കിയിരിക്കണം ഇന്നലത്തെ അല്ലേ, ഇന്നലത്തെ 15-ാം തീയതി, സോറി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ. ഓൾമോസ്റ്റ് ഇങ്ങനെ വരണം. പക്ഷെ ഇത് മേലേക്ക് കയറി പോകരുത് കേട്ടോ. മനസ്സിലായോ? ഇത് മേളിലേക്ക് കയറി പോകരുത്. അതിന് പകരം ഇത് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഈ ഗ്രീൻ ക്യാൻഡലിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇതും മേളിലേക്ക് പോവാതെ ഇവിടുന്ന് റിജക്ട് ചെയ്തിരിക്കുന്നത് എക്സാക്ട്ലി സെയിം സമയത്ത്. ഇതാണ് ഈ റെഡ്, ഈ ഗ്രീൻ ബ്ലാക്ക് കളറില്ലേ ഈ കാണുന്നത്, ഇതാണ് വി വാപ്പ്. ഇതിലെയും വി വാപ്പ് ഇതാണ് ഈ ലൈനാണ് വി വാപ്പ് എന്ന് പറയുന്ന സാധനം, ബ്ലാക്ക് കളറിലുള്ളത്. കാണാവോ? ബ്ലാക്ക് കളർ ആയിട്ട് തന്നെ കാണാവോ അല്ലേ? കാണാം. എക്സാക്ട്ലി സെയിം. അതായത് ഈ വി വാപ്പിന്ന് റിജക്ട് ചെയ്ത് ഈ വി വാപ്പിന്ന് സപ്പോർട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വന്നിട്ടുണ്ടാവും ഒരു ദിവസം, പക്ഷെ വന്നതാ. മനസ്സിലായോ? വന്നാൽ ഇങ്ങനെ ഇരിക്കും ഓൾമോസ്റ്റ്. ഇതുപോലെ എല്ലാ ദിവസവും കിട്ടണമെന്നല്ലാട്ടെ ഞാൻ ഈ പറയുന്നത്. ഇതിപ്പോ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയെങ്കിലും നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ആ രീതിയിലുള്ള ട്രേഡ് ആയിരിക്കും. പക്ഷെ വരണം റെയർ ആയിട്ടേ വരുള്ളൂ. ഇത് എക്സ്പയറി ഡേയിലോ അങ്ങനെ വല്ലതും കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എക്സ്പയറി ഡേയിൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും അതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പയറി ഡേ ഓൾമോസ്റ്റ് ഒന്നുകിൽ രണ്ടും വി വാപ്പിന് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും വി വാപ്പിന് മേളിലായിരിക്കും. നമ്മുടെ 3 ഇൻഡെക്സിലും എല്ലാ ഇൻഡെക്സിലും ഇത് കിട്ടുമോ? ഏത് ഇൻഡെക്സിനാണെങ്കിലും, എന്നെ ഇൻഡെക്സ് ഒന്നുമില്ല, ഏത് ഇൻഡെക്സിനാണെങ്കിലും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ സ്ട്രാറ്റജി ഇതൊക്കെ പറയുന്നില്ലേ, ഇതൊരു കാരണം മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഒരിക്കലും ഇത് റെസ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തിനാണ് നമ്മൾ ഇത് പറയുന്നത്? പ്യുവർ സൈക്കോളജിയാണ്. നമ്മൾ ട്രേഡ് എടുക്കാൻ ഒരു കാരണം അതിന് നമ്മൾ എന്താ പറയാ, ഇത് വെക്കാൻ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഒരു റീസൺ. ആ റീസൺ മാത്രമേ ഉള്ളൂ ഇത്. അല്ലാണ്ട് മാർക്കറ്റ് ഒന്നും രണ്ടും ആൾക്കാരല്ലല്ലോ, ഓൾമോസ്റ്റ് 10-40 ലക്ഷം ആൾക്കാരാണ്. അതായത് ഒരു മൈക്രോ സെക്കൻഡ് 3 ടച്ചു ആ ഇതൊന്ന് മൈക്രോ കോപ്പി ആവും. ഒരു ഡൗട്ട്. ഹലോ, പറഞ്ഞോ. ഞാനേ കുറച്ചു നാളായി ഇതിന്റെ അകത്ത് ഫോളോ ചെയ്യുന്നുണ്ട് ഇക്കയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 1 വർഷത്തെ എക്സ്പീരിയൻസ് ഓപ്ഷൻ ബയർ ആണ്. ഓക്കെ. പക്ഷേ ഇതിന്റെ ചെറിയ പ്രശ്നം പറയുന്നത്, ഞങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ഇക്ക പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഇക്ക പറയുന്ന കാര്യങ്ങൾക്ക് ഒപ്പിച്ച് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. അതായത് ഒരു ഓപ്ഷൻ ബയർ ചില സമയത്ത് ഓപ്ഷൻ സാറ് ഇക്ക പറയാറുണ്ടല്ലോ, ഇപ്പൊ ഒരു 71,000 സ്ട്രാഡിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അപ്പൊ നമുക്ക് ഇന്നത് ചെയ്യാം എന്നൊക്കെ പറയുമല്ലോ. പലപ്പോഴും നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കും, അതായത് എടുക്കും എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇപ്പൊ ഇന്നലെ തന്നെ നമ്മളിപ്പോ സെൻസസിന്റെ ഇക്ക പറഞ്ഞിരുന്നല്ലോ, 71,000 മറ്റേ അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ ഏത് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യണം അതിനെ. അതായത് ഞങ്ങളെ പോലുള്ളവർക്ക്, അതായത് ഒരു ബിഗിനർ ലെവലില്, ഇക്കയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടുള്ള ആ ഐഡിയകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ബ്ലാങ്ക്. ഓക്കെ, അത് അവിടെ വരും എന്നറിയാം, പക്ഷെ നമ്മള് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാറില്ല ചില സമയത്ത്. ഈ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുമല്ലോ, ഇടക്കിടക്ക് ചില സമയത്ത് സ്ട്രൈക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അഭിലാഷ്, അതിലെന്താന്ന് വെച്ചാല് അത് ട്രേഡ് എടുക്കാൻ ഒരു കാരണമൊന്നും ഇല്ല. സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ സ്ട്രാങ്കിൾ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെ ഷോർട്ട് കവറിംഗ് വരും അല്ലെങ്കിൽ എവിടെ ലോങ് അൺവൈൻഡിങ് വരും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ വ്യാഴാഴ്ച ഞാൻ പറയുന്നത് നിഫ്റ്റി 21,211 അതിന് വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താവുന്നു? ഷോർട്ട് കവറിംഗ് ക്രിയേറ്റഡ് ആവുന്നു. എവിടെയാണ് ഇതിന്റെ ഹൈ എവിടെയാന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. 21,210.75 അതായിരുന്നു ഹൈ. അത് 21,211 മേലിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സമയത്ത് ഈ പറഞ്ഞ മാതിരി ഒരു 1.5 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്കൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കവറിംഗ് ക്രിയേറ്റ് ചെയ്യണം. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്ട്രാഡലും സ്ട്രാങ്കിളും. അത് സ്ട്രാഡിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എപ്പോഴും സ്ട്രാഡിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് സ്ട്രാങ്കിൾ ആയിരിക്കും ഉണ്ടാവുക. 50 പോയിന്റ് 2 സ്ട്രൈക്കിലായിരിക്കും.
രണ്ട് സ്ട്രൈക്കിലായിരിക്കും ഹയസ്റ്റ്. ഒരു സ്ട്രൈക്കിൽ ഹയസ്റ്റ് പുട്ടും ഉണ്ടാവും, വേറെ സ്ട്രൈക്കിൽ ഹയസ്റ്റ് കോളും ഉണ്ടാവും. അങ്ങനെ ഇത് വളരെ അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. എന്തിന് അല്ല, അപ്പൊ നമുക്കൊരു സ്ട്രൈക്ക്, നമുക്ക് ട്രേഡ് എടുക്കാൻ ഒരു യു ക്രിയേറ്റ് ചെയ്യുമ്പോ നമുക്ക് സ്ട്രൈക്ക് പ്രൈസുകൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയി പോകും. ഇപ്പൊ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാവോ? ഇപ്പൊ ഒരു 19,500. ഒരു മിനിറ്റ് അഭിലാഷ്. സ്ട്രൈക്ക് പ്രൈസ് ഞാൻ ചൂസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഞാൻ വെറുതെ ഇതങ്ങ് തുറക്കും, മനസ്സിലായോ? ട്രേഡ് ചെയ്യുന്ന ഇവിടെയാ, മനസ്സിലായോ? ഇതാണ് അത് PE. എന്നെ സംബന്ധിച്ചോളം എടുക്കുന്ന PE ഇതാണ്, എടുക്കുന്ന CE ഇതാണ്. ATM ആണ് ഞാൻ എടുക്കുന്നത്. മനസ്സിലായോ? നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയും 100 പോയിന്റ്സിലാണ് എടുക്കുന്നത്. 50 പോയിന്റ്സിലാണ് ഉള്ളത്, പക്ഷെ ഞാൻ എടുക്കുന്നത് 100 പോയിന്റ്സിലായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി 21,456 നിൽക്കുന്നത്. ഞാനിപ്പോ ഇതിന്റെ 21,400 21,500 എടുക്കും. മനസ്സിലായോ? 450 എടുക്കാറില്ല ഞാൻ നേരെ 100 പോയിന്റ്സിലാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. നിഫ്റ്റി അത് കൂടുതലും വലിയ ടീമുകൾ അതിന്റെ അകത്തായിരിക്കും, റൗണ്ട് ഫിഗറിലായിരിക്കും അല്ലെ? അതുകൊണ്ടല്ല, നമുക്ക് ഒരു വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു മിനിമം ഗ്യാപ്പ് വേണമല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 21,456 നിൽക്കുകയാണ് ഞാൻ. എന്റെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ എന്റെ 3 ഇതുണ്ടാവും. ഏത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, 3 സ്പോട്ട് ഉണ്ടാവും. വേറൊരു സ്ക്രീനിന്റെ അകത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ട്രേഡ് ചെയ്യുന്നതിന് 3 പേജ് ഉണ്ടാവും. എല്ലാ ദിവസവും 3 പേജ് ഉണ്ടാവും. അത് ഒന്ന് എക്സ്പയറി, അന്നത്തെ എക്സ്പയറി എന്താണോ അതുണ്ടാവും. പിന്നെ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എപ്പോഴും ഉണ്ടാവും. നിഫ്റ്റി ഈ സച്ചു എന്ന് പറഞ്ഞ ഒരാളുടെ ഓണായി കിടക്കുന്നുണ്ട്, അതാണ് ഡിസ്റ്റർബൻസ്, സൗണ്ട് ഡിസ്റ്റർബൻസ്. ഞാൻ നോക്കിയിട്ട് ഓഫ് ആക്കാനായിട്ട് ഇവിടെ സച്ചു എന്ന പേര് തന്നെ കാണില്ല. അതാണ് അതിൽ കണ്ടു. ഇപ്പൊ ഓഫായി. ഓക്കെ. അപ്പൊ മോനെ എന്താ വെച്ചാൽ ഇപ്പൊ 21,456 അല്ലേ? അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ചാർട്ട് തുറന്നു കിടക്കുകയാണ്. അതായത് ഒരു പേജിന്റെ അകത്ത് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മറ്റേ ATM കോളും ATM പുട്ടും, ഒരെണ്ണത്തില് സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റി, അതിന്റെ ATM കോളം പുട്ടും, മറ്റേതിന്റെ അകത്ത് ഫിൻ നിഫ്റ്റിയുടെ കോളം പുട്ടും ഉണ്ടാവും. ഈ 456 പറഞ്ഞാൽ ഈ 6 പോയിന്റ് മാറാനായിട്ട് വലിയ സമയമൊന്നും വേണ്ടല്ലോ. അതെ. അപ്പൊ ഞാൻ പിന്നെയും മറ്റേ ചാർട്ട് മാറ്റേണ്ടി വരും. അപ്പൊ അതിന് പകരം എനിക്ക് ആ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 400 500 വെക്കുന്നത്. മനസ്സിലായി, ക്ലിയർ. അപ്പൊ അത്രയോ, അതാണ് സംഭവം. ഇപ്പൊ ഇതിപ്പോ വന്നിട്ട് 21,490 ആണെന്നുണ്ടെങ്കിൽ ഞാൻ 450 550 വെക്കും. കറക്റ്റ്. അപ്പൊ കുറച്ച് സമയം കിട്ടും. എപ്പോഴും അത് മാറ്റാതിരിക്കാൻ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 2 പോയിന്റ് 3 പോയിന്റ് വെക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ തൊട്ട് അവിടെ ഉള്ള ATM എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 പോയിന്റ് 3 പോയിന്റ് പറയാൻ സെക്കൻഡ്സ് മതി. പിന്നെ ഞാൻ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ അതാണ് പറഞ്ഞത് 21,490 ആണ് കിടക്കാന്ന് വിചാരിക്കുക LTP. അപ്പൊ ഞാൻ 21,450യും 21,550യും എടുക്കും. മനസ്സിലായി. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ സ്ട്രാഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോർട്ട് കവറിംഗ് വരുന്നത് എക്സാക്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും അല്ലെ? സ്ട്രാങ്കിൾ ആണെങ്കിൽ നമുക്ക് എക്സാക്ട് അങ്ങോട്ട് കിട്ടത്തില്ല അല്ലെ? സ്ട്രാങ്കിൾ ആണെങ്കിലും പറ്റും. അതായത് ഇപ്പൊ ഇതിന് അത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എടുത്ത് നോക്കേണ്ടി വരും. ഇപ്പൊ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന മിഡ് ക്യാപ് നിഫ്റ്റി അല്ലേ? മിഡ് ക്യാപ് നിഫ്റ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇപ്പൊ ആക്ച്വലി സ്ട്രാഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 10,300 സ്ട്രാഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇന്നലെ മറ്റേ ചാർട്ട് ശരിയാക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കി ഇട്ടതിന്റെയാണ്. ഇതിപ്പോ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പൊ ഇത് ഈ പേജ് എടുത്താൽ മതി. ഇതിന്റെ അകത്ത് ഇതുണ്ടല്ലോ, ഈ ഓപ്ഷൻ ട്രേഡർ, അതെടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പേജ് ഓപ്പൺ ആവും. ആ സ്ട്രാഡൽ നമ്മൾ ഇടുക. അത് നാളെ എക്സാക്ട്ലി കൊണ്ടൊന്ന് ഇടരുത്. നാളെ ചാർട്ടിൽ നോക്കണം എവിടെയാണ് ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടായേക്കണമെന്ന്. മനസ്സിലായില്ലേ? ഏത് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാക്കണം, എന്നിട്ട് ആ പ്രൈസിലേക്ക് കറക്റ്റ്. ഇപ്പൊ നമുക്ക് ഇതേ ഇടാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് ലാസ്റ്റത്തെയാണ് ഇതിന്റെ അകത്ത് കിട്ടുക. ടോട്ടൽ ഡേയ്സ് വോളിയം ആണല്ലോ വന്നിരിക്കുന്നത്.
അപ്പൊ ആ ടോട്ടൽ വോളിയം ആണ് ഇരിക്കുന്നത്. നമ്മൾ നാളെ രാവിലെ നമ്മൾ മാർക്കറ്റ് തുടങ്ങി ഒരു 10 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ആ സ്ട്രാഡിൽ ഇപ്പൊ ഇത് മാറിയെന്ന് വിചാരിക്കുക. ഈ സ്ട്രാഡിൽ മാറി 10,350 സ്ട്രാഡിൽ ക്രിയേറ്റ് ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് രണ്ടും. പിയും സിയും ഹയസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 10:3. അപ്പൊ നമ്മൾ കയറിയിട്ട് ജസ്റ്റ് ഇതിട്ട് നോക്കിയാൽ പറ്റില്ല. നമ്മൾ ആ 9:45 മുതൽ 10 മണി വരെയും ഏറ്റവും ഹയസ്റ്റ് വോളിയം എവിടെയാണ് വന്നേക്കണം നോക്കണം. ഇതിൽ വോളിയം ക്രിയേറ്റ് ആയിരിക്കണം. ഇപ്പൊ ഇതിലിപ്പോ ഇതാണല്ലോ ഏറ്റവും കൂടുതൽ വോളിയം ക്രിയേറ്റഡ് ആയിരിക്കണം. അപ്പൊ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രാഡിൽ ഉണ്ടാക്കുക. അതൊരു അസംഷൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു അസംഷൻ മാത്രം. അപ്പൊ ഈ പ്രൈസിന്റെ ആവറേജ് ആയിരിക്കും എന്താ നമ്മൾ എടുക്കുക, നമ്മൾ ആ സ്ട്രാഡലിന്റെ പ്രൈസ് ആയിട്ട് എടുക്കുക. അവർ ചെയ്തിട്ടുണ്ടാവുക, അവർ ആ പ്രൈസിലായിരിക്കും സെല് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇവിടെ ഇടും. അത് ഇവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഇത് ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ മനസ്സിലാവും അവരുടെ ഇവിടെ താഴെ. മനസ്സിലായി? ഇതായിരിക്കും ഹയർ ലോ അൺവൈൻഡിങ് ലെവല്, ഇതായിരിക്കും ഷോർട്ട് കവറിംഗ് ലെവൽ, ഇതായിരിക്കും. ഇതിൽ നിന്നൊരു 3-4 പോയിന്റ് ഇപ്പം നിഫ്റ്റി ആകുമ്പോൾ 3-4 പോയിന്റ് അഡീഷണൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇത് എടുക്കുകയാണെങ്കിൽ 10,364 നാളെ, ഇപ്പൊ ഇതാണ് നാളത്തേക്കുള്ളതാണ്. ഇത് നാളെ 10,365 ആയിരിക്കും എന്ത് മറ്റേ ഷോർട്ട് കവറിങ്ങിനുള്ള ലെവല്. കാര്യം 10,300 ഏറ്റവും കൂടുതൽ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സ്ട്രാഡിലാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ബാക്കിയൊക്കെ കുറവാണ്. അപ്പൊ അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇതിന് വലിയ ന്യൂക്ലിയർ സയൻസിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും. കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിൽ, അതായത് റണ്ണിങ് ടൈമിൽ, എക്സ്പയറി ഡേറ്റ് അന്ന് റണ്ണിങ് ടൈമിൽ എക്സ്പയറി ഡേറ്റ് അന്ന് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ഷോർട്ട് കവറിംഗ് ലോങ് അൺവൈൻഡിങ് എക്സ്പയറി ഡേറ്റ് അന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാത്ത ദിവസം അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അന്ന് അവരുടെ കൈ വിട്ട് പോകുമ്പോഴാണ് അത് കവർ ചെയ്ത് പോകുന്നവര്. മനസ്സിലായോ? അവരുടെ കൈ പോയി. അപ്പൊ ബേസിക്കലി എന്താ വെച്ചാല് ഇപ്പൊ അവരെ സംബന്ധിച്ചോളം ഒരു ലോട്ട് ഇത് വിറ്റിട്ടുണ്ടെങ്കിൽ 4,650 അവർക്ക് കിട്ടിയിട്ടുണ്ട്. 4,650 മേലിൽ പ്രീമിയം വന്നാൽ ഓരോ രൂപയും അവർക്ക് നഷ്ടമായിട്ട് വരികയാണ്. അവരുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 4,650 ആണ്. കാര്യം അവർ ഇത് രണ്ടും വിറ്റിട്ടിരിക്കുന്നതാണ്. മനസ്സിലായോ? ഈ കാശ് കയ്യിൽ വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചു, ഓൾറെഡി പോക്കറ്റിൽ ഇട്ടു. ഇനി അവർ തിരിച്ച് വാങ്ങിക്കണമല്ലോ. എന്തായാലും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനും അവർക്ക് തിരിച്ച് വാങ്ങിച്ചേ പറ്റുള്ളൂ. തിരിച്ച് വാങ്ങിക്കുമ്പോ ഇതിൽ കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാവും. അപ്പൊ ആ നഷ്ടത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അവർ കവർ ചെയ്യാൻ നോക്കും. മനസ്സിലായോ? അതുകൊണ്ട് എന്താ പറ്റാന്ന് വെച്ചാല് അങ്ങനെ വരുമ്പോ ചില സമയങ്ങളിൽ എപ്പോഴും വന്നില്ല, ഷോർട്ട് കവറിംഗ് വരുമ്പോഴാണ് ഈ പറയുന്നത്. ഈ സ്ട്രൈക്ക് പ്രൈസ് ഇപ്പൊ ഷോർട്ട് കവറിംഗ് വന്നു, ഷോർട്ട് കവറിംഗ് എന്ന് പറഞ്ഞാൽ കോളിന്റെ പ്രൈസ് കൂടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പോകുന്നതിനും കൂടുതൽ ഏത് നമ്മുടെ ഇൻഡെക്സ് പോകുന്നതിനും കൂടുതൽ ഇത് പോയി പോകും, സിയുടെ പ്രൈസ് അവിടെ കയറി പോകും. എന്താന്ന് വെച്ചാല് അവരെന്ന് വെച്ചാല് ചെയ്യുന്നത്, അവര് സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ സ്റ്റോപ്പ് ലോസ് എന്താണ്? അവര് സിഇടിക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ സിഇ ബൈ ഓർഡേഴ്സ് ആണ്. നമുക്ക് സിയുടെ നമ്മൾ ബയേഴ്സ് ആണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ സെൽ ഓർഡർ ആണ്. അവരുടെ അങ്ങനെയല്ല, അവരുടെ ബൈ ഓർഡേഴ്സ് ആണ്. അപ്പൊ അവര് ഇവിടെ കൊണ്ടുവന്നിട്ട് ബൈ ഓർഡേഴ്സ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവരുടെ സ്റ്റോപ്പ് ലോസ് ഇതായിരുന്നു എന്ന് വിചാരിക്കുക. അവരുടെ മാക്സിമം ലിമിറ്റ് അതാണ്. കാര്യം അവരെ സംബന്ധിച്ചോളം ഇപ്പൊ ഇത് പി ഓൾമോസ്റ്റ് 0 ആയി, 0യിലേക്ക് പോകുമല്ലോ. പി 0യിലേക്ക് പോകും, സി അവരെ കൈവിട്ട് പോകുമെന്ന് വിചാരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ കോസ്റ്റ് വരുന്നിടത്ത് അവരോടൊന്ന് സ്റ്റോപ്പ് ലോസ് വെക്കും. ഈ സ്റ്റോപ്പ് ലോസ് അവരുടെ ബൈ ഓർഡർ ആണ്. അപ്പൊ ഒറ്റയടിക്ക് ബൈ ഓർഡേഴ്സ് അങ്ങനെ എക്സിക്യൂട്ട് ആയി പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഷോർട്ട് കവറിംഗ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഇത് വരുന്നത്. കാര്യം ആ സിസ്റ്റത്തിൽ കിടക്കുന്ന ബൈ ഓർഡേഴ്സ് ടപ്പ് 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 എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇതിലിപ്പോ എത്ര പേര് സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെക്കണം. അത് നമ്മൾ എത്ര പ്രൊഫഷണലാണെന്ന് പറഞ്ഞാലും ഒരു പ്രൊഫഷണലും സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് ട്രേഡ് എടുക്കില്ല. ഞാൻ എടുക്കില്ല കേട്ടോ. ഞാനിപ്പോ ഒരു ട്രേഡ് ആക്ടിവേറ്റ് ചെയ്യാൻ എങ്ങനെ ഇവിടെയാണ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇത് മാറ്റും, ഇതിങ്ങനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ട്രേഡ് ആക്റ്റീവ് ആവും. ഈ ട്രേഡ് ആക്റ്റീവ് ആവുന്ന ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാലോ, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ്. ഇതിപ്പം ഇവിടെ നിന്നാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയിരിക്കും എന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. അപ്പൊ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ ക്രിയേറ്റ് ഓർഡർ ഇട്ടിട്ട് ഇതിനൊരു സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കും. മനസ്സിലായോ? 56.7ഉം 56 തൊട്ട് ഞാൻ ഇത് ഓർഡർ റെഡിയാക്കി ഇങ്ങനെ വെക്കും. ഇത് ക്ലിക്ക് ചെയ്തത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഉടനെ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് പോലും വൈകൂല.
കാര്യം അത്ര പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ വെച്ചിട്ട് ഒരാള് ഈ ക്യാൻഡിൽ കണ്ടിട്ട് പെട്ടെന്നൊരു ഇവിടെ വെച്ചൊരു പി എടുത്തെന്ന് വിചാരിക്കുക, എന്തായിരിക്കും സ്ഥിതി? ഒറ്റയടിക്കാണ് വിചാരിച്ചാൽ കയറി പോയേക്കണത് നിൽക്കാണ്ട്. അപ്പൊ നമുക്ക് അതിന് പോലും സമയം കിട്ടില്ല. അപ്പൊ ഞാനൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് എന്റെ ട്രേഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. എന്റെ സ്ട്രാറ്റജി പ്രകാരം ഈ ക്യാൻഡിൽ വരണുണ്ട്, അപ്പൊ ഞാൻ എക്സിക്യൂട്ട് ഇത് റെഡിയാക്കി വെക്കും. ഇവിടെ ഈ ഓർഡർ, അതായത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ റെഡിയാക്കി ക്ലിക്ക് ചെയ്ത്, എന്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് അറിയാലോ, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ അത് ഈ എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും. അതിന് പ്രൈസ് ഒക്കെ ഇട്ട് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഓർഡർ എക്സിക്യൂട്ട് ആയല്ലോ. ഇത് ഓർഡർ ഇതേ ഇപ്പൊ നമ്മൾ ഇതിന് ശേഷം ഇത് ഇവിടെ ക്രിയേറ്റ് ഓർഡർ ഇടുമ്പോൾ ഈ ആ ഫിഗർ തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ഫിഗർ ആയിട്ടിരിക്കണം അത് തന്നെ ഇവിടെ വരുള്ളൂ. അപ്പൊ നമ്മൾ സമയത്തുള്ള ഇത് റെഡിയാക്കി വെച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, ഓർഡർ പ്ലേസ്ഡ് ആയി, ഉടനെ തന്നെ ഇത് ക്ലിക്ക് ചെയ്യുന്നത്. അതായത് ഇത് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ മൗസ് കൊടുക്കണമെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് പോലും വൈകില്ല, ഓർഡർ ഇത്. അതുപോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്, സെല്ലേഴ്സ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും? ഇവിടെ ബയോഡസ് അവർ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചോളം ഇത് വിട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ എന്ത് ചെയ്യും? അവരിവിടെ ബയോഡസ് ക്രിയേറ്റ് ചെയ്തു. ഈ അവരുടെ ബയോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളത്തെ അല്ല വരുന്നത്. അതായത് അത്രയും ആൾക്കാരുടെ എന്താ പറയാ, അത്രയും ഷോർട്ട് സ്പ്രാഡിൽ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുടെ ഒരു 50% പ്രൊഫഷണൽസ് ആണെന്ന് വിചാരിക്കുക. പ്രൊഫഷണൽസ് ആയിരിക്കുമല്ലോ കൂടുതലും സ്ട്രാഡൽസ് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെല്ലേഴ്സ് ആയിട്ട് വരിക. മറ്റേ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചോളം എല്ലാവർക്കും സെല്ലേഴ്സ് ആവാൻ പറ്റില്ല, കാര്യം മാർജിൻ അത്ര കൂടുതലാണ്. അപ്പം അവരായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരൊക്കെ അവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റോപ്പ് ലോസ് ഒക്കെ എക്സിക്യൂട്ട് ആയി പോകുന്നതിന് പേരാണ് നമ്മൾ പറയുന്നത് ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇക്ക ഒരു ഡൗട്ട്, നമ്മൾ മൊബൈലിൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ എങ്ങനെയാണ് വെക്കുക? മൊബൈലിൽ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ പോയിട്ട് ഇത് ചെയ്യണം, അതിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ വെക്കണം. നമ്മൾ പൊസിഷൻ എടുക്കുക, പൊസിഷൻ എടുത്തിട്ട് പൊസിഷനിൽ പോകുമ്പോൾ അതിനകത്ത് കാണിക്കും ദിസ് പൊസിഷൻ ഇസ് നേക്കഡ്, ക്രിയേറ്റ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് എടുക്കുന്ന ടൈമിൽ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റില്ലേ? അതും കൂടി സെറ്റ്, അതായത് ബ്രാക്കറ്റ് ഓർഡറാണ് അതിന്റെ പേര്. ബ്രാക്കറ്റ് ഓർഡറാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കുക. ബ്രാക്കറ്റ് ഓർഡർ എനിക്കറിയാം, ഞാൻ ചെയ്യാറുണ്ട്, ടാർഗറ്റ് അടക്കം വെക്കുന്നത്. ഓക്കെ, വേറൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓർഡർ ഇല്ലേ? കവർ ഓർഡറോ? അതെങ്ങനെയാണ്? കവർ ഓർഡർ സാധാരണ പോലെ തന്നെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് ഇവിടെ വെച്ച് ഞാൻ ഇത് ഇവിടെ ബൈ ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ഇത് ഇവിടെ ഞാൻ ഇത് എന്താ പറയാ, ഇവിടെ ബൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഉണ്ടാവും. നിങ്ങളുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കവർ ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും ബൈന്റെ അവിടെ. അതായത് മാർക്കറ്റ്, ലിമിറ്റ്, ട്രിഗർ, കവർ, ബ്രാക്കറ്റ്. അതിൽ അകത്ത് നമുക്ക് പറയാം സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കാം. അപ്പൊ നമ്മൾ ഇത് ഇടുമ്പോ തന്നെ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി വരും. മനസ്സിലായോ? ഓക്കെ, ഞാനത് ഇപ്പൊ നമുക്ക് മൊബൈലിൽ ഞാൻ ഇത് കാണുന്നു, അത് കാരണം അത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതിൽ ഉണ്ട് നിങ്ങൾ ബൈ ഓർഡർ എടുക്കുന്നിടത്ത് ഉണ്ടാവും എന്താണ് ബ്രാക്കറ്റ്, മാർക്കറ്റ്, ലിമിറ്റ്, ട്രിഗർ, കവർ, ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയും. പക്ഷെ അതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കവർ ഓർഡർ ഇടുമ്പോൾ അത് എക്സിറ്റ് ചെയ്യുന്നത് പൊസിഷനിൽ നിന്നല്ല എക്സിറ്റ് ചെയ്യുന്നത്. പകരം നമുക്ക് ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്യണം. മനസ്സിലായോ? അതാണ് എക്സിറ്റ് പ്രൊസീജിയർ. മാത്രമല്ല 10 ലോട്ട് ഒന്നിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ പറയാ, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ഒറ്റ ഓർഡറാണ്. ഈ 10 ലോട്ട് നിങ്ങൾക്ക് 5 പേരുടെ അടുത്ത് നിന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് ആവുമ്പോൾ അത് 5 സെപ്പറേറ്റ് ഓർഡർ ആയിട്ട് ബ്രോക്കറേജ് വരും. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് മറ്റേത് മനസ്സിലായോ? വിവാപ്പ്. ഇനി ആർക്കെങ്കിലും വിവാപ്പിന്റെ പ്രോസസ്സിൽ സംശയം വല്ലതും ഉണ്ടായിരുന്നോ? വിവാപ്പിൽ നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നത് എങ്ങനെയാ? എത്ര പോയിന്റ് വെക്കാം? ടാർഗറ്റ് ഞാൻ പറഞ്ഞ പോലെ എന്റേത് ഇപ്പൊ എപ്പോഴും 20-25 മാക്സിമം ബാങ്ക് നിഫ്റ്റിയിൽ. ഞാൻ കൂടുതലും ബാങ്ക് നിഫ്റ്റി അറിയാലോ. ഞാൻ നിഫ്റ്റി ചെയ്യാറെന്ന് ഇല്ലാന്ന് തന്നെ പറയാം, റെയർ ആയിട്ട്. കാര്യം അതിനുള്ള ക്ഷമ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നിഫ്റ്റി ഇങ്ങനെ ക്ഷമിച്ചിരിക്കേണ്ടി വരും, അതിനുള്ള ക്ഷമ എനിക്കില്ല. ഞാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. സെൻസെക്സ് ഉള്ള ദിവസം സെൻസെക്സ്, അല്ലെങ്കിൽ കൂടിയൊന്ന് ഫിൻ നിഫ്റ്റി ചെയ്യും. ബാങ്ക് നിഫ്റ്റി എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എപ്പോഴും എടുക്കുന്നത് 20-25 പോയിന്റ്സ് ആണ്.
അത് ഇത്ര പോയിന്റ് ടാർജറ്റ് നമ്മൾ വെച്ചുള്ള പരിപാടി. നമ്മളറിയാം, എന്നെ അറിയാമല്ലോ, ഞാൻ സ്കാൽപ്പറാണ്. എനിക്ക് സ്കാൽപ്പിംഗ് ആണ് ഇഷ്ടം, എനിക്ക് താല്പര്യം അതാണ്. അങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബി എ സ്കാൽപ്പർ. ഇഫ് യു വോണ്ട് ടു ബി ഇൻ ദ മാർക്കറ്റ്, ബി എ സ്കാൽപ്പർ എന്നുള്ളതാണ്. നമ്മൾ ഈ എന്താ പറയാ 100 പോയിന്റ് 200 പോയിന്റ് ട്രേഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ട്രേഡിന് 20 പോയിന്റ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളെങ്കിലും 20 പോയിന്റ് 5 ട്രേഡ് ചെയ്താലും ഐ വിൽ ബി ഹാപ്പി. എനിക്ക് അതിനാണ് താല്പര്യം. കാര്യം റിസ്ക് കുറവ് അതാണ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇതിപ്പോ എന്താ പറ്റുകയെന്ന് അറിയാമോ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചോളം? ഇപ്പൊ പലരും ഇത് ഇന്നലെ ഇവിടെ വെച്ച് കയറി ഇവിടെ വെച്ച് എക്സിറ്റ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വരെ പോയി. നാളെയും ഇതുപോലെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഇത് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ആവില്ല. പക്ഷെ നാളെ എന്താ സംഭവിക്കുക? ചിലപ്പോൾ അത് അങ്ങനെ തന്നെ താഴേക്ക് വരും, എന്നിട്ട് വന്ന് ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് പകരം നമ്മൾ തീരുമാനിക്കുക ഫസ്റ്റ് നമ്മൾ എന്താണെന്നുള്ളത്. ആം എ ട്രേഡർ ഓർ എ സ്കാൽപ്പർ. ഞാൻ സ്കാൽപ്പറാണ്, എനിക്കിഷ്ടം അതാണ്. കയറുക ഇറങ്ങുക, മാക്സിമം 1 to 2 minutes, അതിൽ കൂടുതൽ ഞാൻ ഹോൾഡ് ചെയ്യില്ല. 2 minutes, അതായത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യേണ്ട വരില്ല. വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഒരു ക്യാൻഡിൽ ചിലപ്പോൾ നമ്മൾ ഇട്ട് കഷ്ടപ്പെടുത്തും. ഒന്നിലേക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുക, അല്ലാതെ 20-25 പോയിന്റ് കിട്ടുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും 10 to 15 പോയിന്റ്സിന് ഉണ്ടാവുള്ളൂ. സ്റ്റോപ്പ് ലോസ് എപ്പോഴും അതിൽ കൂടുതൽ. ഞാനൊരു 300 ചില സമയത്ത് ഇപ്പൊ അത്ര കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 600 അത്രേ ഉള്ളൂ, മാക്സിമം അത്രേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള കളി. ഐസ്ബർഗ് ഇട്ട് ഞാൻ ഇന്നൊരു ഐസ്ബർഗ് ഇട്ട് ഓർഡർ ഇട്ടിട്ടില്ല ലൈഫിൽ. ഇന്ന് വരെ ഞാൻ ഐസ്ബർഗ് ഓർഡർ ഇട്ടിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഇവിടെ ഐസ്ബർഗ് ഇടുന്ന ആൾക്കാർക്ക് ഇഷ്ടമാരി ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. കാര്യം എന്റേത് ഒരു 300 ആവറേജ്. ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റെ 300 എന്റെ ഇത് വരുന്നത്. 300 ഞാൻ എന്നെ സംബന്ധിച്ചോളം 20 പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി അല്ലേ? അറിയാലോ, എനിക്ക് അത്ര വലിയ ഗ്രീഡിങ്. ഡെയിലി ഒരു 10,000 എങ്ങനെയെങ്കിലും കിട്ടുക, അതിൽ കൂടുതലൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധം എനിക്കില്ല. സോ 10,000 ഒപ്പിക്കുക. 300 ക്വാണ്ടിറ്റിയിൽ ഒരു 20 പോയിന്റ് എനിക്ക് കിട്ടി കഴിഞ്ഞാൽ, 25 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ, അങ്ങനത്തെ 2 ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. ഐ ക്യാൻ ക്ലോസ് മൈ ഡേ. അതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇപ്പൊ ഞാൻ 3-4 ദിവസം ട്രേഡ് ചെയ്യുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഒരു സെൻസെക്സ് ആണ്. അത് 600 ക്വാണ്ടിറ്റി. പക്ഷെ അത് കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് 600 ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ഇതനുസരിച്ചിരിക്കും. ബേസിക്കലി ആ സെറ്റപ്പ് അനുസരിച്ചിരിക്കും. അപ്പൊ മറ്റേത് മനസ്സിലായോ? അത് മനസ്സിലായി. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നമ്മള് എൻട്രി ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കില്ലയോ? സ്റ്റോപ്പ് ലോസ് എടുത്തല്ലേ? സ്റ്റോപ്പ് ലോസ് നമ്മൾ സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്തിട്ടാണോ മറ്റേ ഓർഡർ കട്ട് ചെയ്യുന്നത്? അത്ര അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബ്രാക്കറ്റ് ഓർഡർ ഇടണം, അല്ലെങ്കിൽ കവർ ഓർഡർ ഇടണം. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല്, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, NSE അതായത് എക്സ്ചേഞ്ച്, നമ്മൾ ഒരു ഓർഡർ എടുത്തിട്ടുണ്ട്, നമ്മുടെ ബൈ ഓർഡർ, നമ്മുടെ ഒരു പൊസിഷൻ ഉണ്ട്, നമ്മുടെ അതിന്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിന്റെ കൗണ്ടർ ഓർഡർ ആയി. മനസ്സിലായില്ലോ? ഒരു ഓർഡറും കൂടെ സെൽ ഓർഡർ ഇടുമ്പോൾ അഡീഷണൽ സെൽ ഓർഡറിന്റെ മാർജിൻ വേണ്ടി വരും NSE. മനസ്സിലായോ? അത് ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കവർ ഓർഡർ എന്ന് പറയുന്നത്. കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറും ബേസിക്കലി എന്താണ്? ഈ 2 സാധനം, അതായത് സ്റ്റോപ്പ് ലോസ് ഓർഡറും മറ്റേ ടാർഗറ്റ് ഓർഡറും ബ്രാക്കറ്റിലാണെങ്കിൽ അത് നിങ്ങളുടെ ബ്രോക്കർ സിസ്റ്റത്തിലാണ് കിടക്കണുള്ളൂ. അത് ട്രിഗർ ആവുമ്പോൾ മാത്രമാണ് ബ്രോക്കർ അത് എക്സ്ചേഞ്ചിലേക്ക് വിടണുള്ളൂ. മനസ്സിലായോ? ഏത് ആദ്യം ട്രിഗർ ആവുന്നോ അത് ബ്രോക്കർ വിടുന്നുള്ളൂ എക്സ്ചേഞ്ചിലേക്ക്. അത് നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഒന്ന് സുഖിപ്പിച്ച് നിർത്താൻ വേണ്ടി ബ്രോക്കേഴ്സ് കണ്ടിട്ടുള്ള ഒരു ലൂപ്പ് ഹോൾ മാത്രമാണ്. കാര്യം 2 ഓർഡറും കൂടെ ഒന്നിച്ച് എക്സ്ചേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അത്രയും മാർജിൻ ഉണ്ടാവണം. ഒരു സെൽ ഓർഡറും കൂടെ ഇടാനുള്ള മാർജിൻ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. എന്നാൽ ഓക്കെ, നമുക്കത് ക്ലോസ് ചെയ്തിട്ട് എക്സിറ്റ് അടിച്ചാൽ മതി. കാര്യം എന്താ വെച്ചാൽ മുമ്പ് ഇതൊക്കെ ചെയ്യായിരുന്നു. എന്താ പറ്റിയിട്ടുണ്ടെന്നറിയാവോ? പല സ്ഥലത്തും പറ്റിയിട്ടുള്ളത് ടാർഗറ്റ് ഓർഡർ അങ്ങ് ഇതാവും, എക്സിറ്റ് ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഓർഡർ മറന്നു പോകും, സ്റ്റോപ്പ് ലോസ് ഓർഡർ അങ്ങ് അടിക്കും. മനസ്സിലായോ? എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഈ വക ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നത്. കാര്യം മുമ്പൊക്കെ ഞാനൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞിട്ട് 5-8 വർഷം മുമ്പ്, 4-5 ഇപ്പൊ കോവിഡിന് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 4 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് വരെയൊക്കെ ഈ 30% മതിയായിരുന്നു. ഈ ഇതിന്റെ നമ്മുടെ പ്രീമിയത്തിന്റെ 30% മതിയായിരുന്നു ഇത് മാർജിനായിട്ട് ബയറിനും. ഒരു 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് സെല്ല് ചെയ്യായിരുന്നു. മനസ്സിലായോ? ഇപ്പൊ ഇതിനിപ്പോ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 183 into 40 എന്ന് പറയുമ്പോ ഓൾമോസ്റ്റ് എന്താ പറയാ 50,000 രൂപയില്ലേ? വെറും 1,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബൈ ചെയ്യാം, ഒരു ലോട്ട് ബൈ ചെയ്യായിരുന്നു മുമ്പ്. 5 വർഷം മുമ്പ് വരെ നമുക്ക് ലിവറേജ്ഡ് ആയിരുന്നു പൊസിഷൻസ് ഒക്കെ.
അങ്ങനെ ലിവറേജ് ചെയ്താണ് ഞാനൊക്കെ ഒരു പരുവായത്. മനസ്സിലായോ? അതായത് വെറും 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 5,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 2008 5,000 രൂപ 6,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണോട്ട് റിലയൻസ് ഫ്യൂച്ചർ വാങ്ങിക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മള് എല്ലാരും കൂടെ പറയല്ലേ, ഒരാൾ പറ. വിവാപ് സ്ട്രാറ്റജിയിലെ എൻട്രി എക്സിറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നില്ലേ? അത് പറഞ്ഞ മീൻസ് കറക്റ്റ് ആ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്? ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോ അതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ വന്നേ ഉള്ളൂ. ഇത് ആദ്യം വന്നിട്ട്, അതായത് ഇപ്പൊ ഇത് വന്നിട്ട് ഇതുമ്പോ മുട്ടിയിട്ട് ഇതിന്റെ മേളിലൊന്ന് ക്ലോസ് ചെയ്യുന്ന വിചാരിക്കുക. ജസ്റ്റ് അസംഷൻ ആണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? ഈ റെഡ് ക്യാൻഡില് ഇതുമ്പോ വിക്ക് മുട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ റെഡ് ക്യാൻഡിലെ വിക്ക് വന്ന് ഇതുമ്പോ മുട്ടിയിട്ട് അവിടുന്ന് സപ്പോർട്ട് ഇവിടെ പോയി ക്ലോസ് ചെയ്തു. അതേ സെയിം സമയത്ത് ഇത് ഗ്രീൻ ക്യാൻഡിലിന് പകരം ഇവിടുന്ന് മുട്ടിയിട്ട് ഇവിടെ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഓർഡർ ഇടും. അതായത് ഇത് മുട്ടിയിട്ട് ഇവിടെയാണ് ഇപ്പം 105 ഇത് വന്ന് ക്ലോസ് ആയിരിക്കുന്നത്. പക്ഷെ മുട്ടിയിട്ടുണ്ടാവണം. വിവാപ്പ് മുട്ടിയിട്ടുണ്ടാവണം എന്ന് പറഞ്ഞാൽ മുട്ടിയിട്ടുണ്ടാവണം, ടച്ച് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വിവാപ്പ കൊണ്ടുവന്ന് ഓർഡർ ഇട്ടു, തിരിച്ച് ഒന്നും കൂടെ വിവാപ്പ് ടച്ച് ചെയ്തിട്ട് കയറി പോകും. ഇത് റെഡ് ആണെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? പക്ഷെ അതിന് റിസ്ക് ഉണ്ട്. അതാ ചിലപ്പോ അതേ പാടിയും കൂടെ പോരും. ഒന്നുകൂടി പറയോ? അതായത് ഇതിപ്പോ ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിലാണല്ലോ മുട്ടി ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്തിരിക്കുന്ന, സംശയമൊന്നുമില്ലല്ലോ. ഇതിന് പകരം ഈ റെഡ് ക്യാൻഡില് സപ്പോർട്ട് എടുത്തെന്ന് വിചാരിക്കാം. മനസ്സിലായോ? അതായത് ഈ ക്യാൻഡിൽ ഇവിടെ വന്നു, ഇവിടെ മുട്ടി, ഇവിടെ ഈ പറഞ്ഞ ഈ ക്ലോസിംഗ് ഇവിടെ തന്നെ ക്ലോസ് ചെയ്തു. അതായത് 105-95 ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതേ സമയത്ത് തന്നെ ഇത് ഗ്രീൻ ക്യാൻഡിലിന്റെ മേലിലേക്ക് പോയിട്ടുണ്ടാവരുത്, ഇവിടെ ഇവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ പോയിട്ട് അതായത് ഈ ക്യാൻഡിൽ ഫുള്ള് ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഞാനൊരു റിസ്ക് എടുക്കും. ഇവിടുന്ന് ഓർഡർ എടുക്കും. അതായത് ഓർഡർ എടുക്കും. മനസ്സിലായോ? തിരിച്ച് വിവാപ്പിൽ വന്നിട്ട് അത് റിസ്ക് ആണ്. പക്ഷെ ഇത് കൺഫേംഡ് ആണ്. ഇതിന്റെ സ്റ്റോപ്പ് ലോസ് എന്താന്ന് വെച്ചാല്, ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഈ ക്യാൻഡിലെ ഇപ്പൊ ലോവസ്റ്റ് സ്വിംഗ് എന്ന് പറയാൻ നമുക്ക് ഇതായിട്ട് എടുക്കാൻ പറ്റും. ഇതിന് താഴെ അറ്റ്ലീസ്റ്റ് ഒരു 3.4 പോയിന്റ് ഇപ്പൊ ഇവിടെ വന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇത് 101 ആയില്ലേ? ഇവിടെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ 199-70 ആയിരിക്കുള്ളൂ ഞങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. മനസ്സിലായോ? പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇപ്പുറത്തെ വശത്ത് ഇതിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇത് എക്സിറ്റ് ആവും. മനസ്സിലായോ? അപ്പൊ പിന്നെ സ്റ്റോപ്പ് ലോസ് അടിയാൻ വെയിറ്റ് ചെയ്യില്ല. എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ നമ്മുടെ ചാർട്ടിലല്ല, നമ്മുടെ ട്രേഡ് എടുത്ത ചാർട്ടിലല്ല, ഇപ്പുറത്തെ ഓപ്പോസിറ്റ് റണ്ണിങ് ചാർട്ടിന്റെ അത് തിരിച്ച് ഈ സാധനം പോയി ഇതിന്റെ മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് വാട്ട് ഐ വിൽ ഡു, ഞാൻ ഈ പൊസിഷൻ അങ്ങ് എക്സിറ്റ് ചെയ്യും. പിന്നെ വെക്കൂല. മേലെ ബോഡി ക്ലോസ് ചെയ്യണോ അതോ വിക്ക് ക്ലോസ് ചെയ്താലും മതിയോ? വിക്ക് ക്ലോസ് ചെയ്യൂല. അല്ല സോറി, ബോഡി അതിന്റെ മേലെ വന്ന് നിൽക്കണം. അതായത് ഇതേപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഇതിനുള്ള അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തെന്ന് പറയുന്നത്. നമ്മൾ ഈ വിക്ക് ഈ വിവാപ്പ ടച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ വിവാപ്പ ടച്ച് ചെയ്യണം കേട്ടോ. ടച്ച് ചെയ്യാൻ പോയി തൊട്ടില്ല എന്ന് തോന്നുന്നു, അത് പറ്റില്ല. ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യണം, നിർബന്ധമായിട്ട് ടച്ച് ചെയ്യണം. മനസ്സിലായല്ലോ? ഈ ഒരു മെത്തേഡിന് ഇതാണ് പ്രശ്നം. 2 ചാർട്ടും ഒന്നിച്ച് കാണാൻ പറ്റണം. 2 ചാർട്ടും ഇതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റണം, എന്നാലും കാര്യം നടക്കും. അല്ലെങ്കിൽ കാര്യം നടക്കൂല. ഇതേപോലെ കാണാൻ പറ്റണം. പിന്നെ ഇപ്പൊ നമ്മള് ഡിസ്കൗണ്ടും പ്രീമിയം എല്ലാതും കാൽക്കുലേഷൻ ചെയ്തിട്ടും നമ്മളെ വോളിയം സ്ട്രാറ്റജി വെച്ചിട്ടാണോ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുക്കുന്നത് തന്നെ? അല്ലാണ്ട് വേറെ ഈ അത് വെച്ചിട്ട് വേറെ അസംഷനിലൊന്നും ട്രേഡ് എടുക്കാറില്ലല്ലോ. ഞാൻ ഒന്നില്ലെങ്കിൽ വോളിയം, അല്ലാന്നുണ്ടെങ്കിൽ വിവാ പ്രൊജക്ഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ ലെവലിൽ നിന്ന് സ്പോട്ടില് എന്റെ ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഇത് ഫ്രഷ് വരച്ചതാണ് കേട്ടോ, പുതിയത് വരച്ചതാണ്, നേരത്തെ ഉണ്ടായിരുന്നല്ല കേട്ടോ. ഇപ്പൊ ഇന്ന് വരച്ചതാണ്. ഈ റെഡ് മറ്റേ ബ്ലാക്ക് ലൈൻ എന്താണെന്നറിയോ? ഡു യു നോ വാട്ട് ദിസ് ബ്ലാക്ക് ലൈൻ ഇസ്? ഈ ചാർട്ടില്
CPR അല്ലേ? നാളത്തെ CPR. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. ഇപ്പൊ എന്റെ ഇത് പെർമനന്റ്, ഇതിപ്പോ ഇതല്ല, അതായത് പിങ്ക് ലൈൻ അല്ല, ബ്ലാക്ക് ലൈൻ അല്ല, ഒന്നില്ലെങ്കിൽ എന്റെ റെഡ് ബോക്സ്, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ബ്ലൂ ലൈൻ. അവിടെ ഇങ്ങനെ ഒരെണ്ണം കിട്ടിയാലും ഞാൻ എടുക്കും. മനസ്സിലായോ? ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഇതിപ്പോ പുതിയത് വരച്ചതാണ് ഇത്, അല്ലെങ്കിൽ പഴയത് ഞാൻ വേറെ നോക്കി തപ്പി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് തന്നെ തപ്പി എടുക്കാൻ നോക്കാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് എന്റെ പെർമനന്റ് ലെവലാണ്. ഇതൊക്കെ നേരത്തെ മുതലുള്ള ലെവലാണ് കേട്ടോ. ഇത് വരണതിനൊക്കെ മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ലെവലാണ് ഇത്. മനസ്സിലായ? ഇതേപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. ഇതേപോലെ എന്റെ ലെവലിൽ നിന്ന് റിജക്ഷൻ, ഇത് റെഡ് ആണെന്നുണ്ടെങ്കിൽ, ഇത് ഈ ക്യാൻഡില് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് ഈ ബോഡി റെഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എടുക്കും, ഇവിടുന്ന് ഇവിടം വരെ. മനസ്സിലായോ? മനസ്സിലായി. റെഡ് ബോക്സ് എന്താണ്? റെഡ് ബോക്സ് എന്റെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ്, റെഡ് ബോക്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള എന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്, അത് പെർമനന്റ് ആണ്. എന്നെ സംബന്ധിച്ചുള്ള അത് പെർമനന്റ് ആണ്. അതായത് ഈ പിങ്ക് കളറിലെ ലൈൻസ് ഇതല്ല, ഈ ഗ്രീനും അല്ല, പിങ്ക് കളറിലെ ലൈൻസും അല്ല, ഈ റെഡ് ബോക്സ്, അതുപോലെ തന്നെ ബ്ലൂ കളർ ലൈൻസ് ഇല്ലേ, ഇതൊക്കെ എന്നെ സംബന്ധിച്ചുള്ള പെർമനന്റ് ലെവൽസ്. പെർമനന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അത് റെസ്പെക്ട് ചെയ്യും. 99.9% റെസ്പെക്ട് ചെയ്യും. എന്റെ ഇതുവരെയുള്ള അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒന്നും എനിക്ക് അത് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ ടെമ്പററി ആയിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ടെമ്പററി ആയിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈവൻ ഇതുവരെ ടു സർട്ടൻ എക്സ്റ്റെന്റ് ടെമ്പററി ആണെന്ന് പറയാനേ പറ്റൂ. ഇതൊക്കെ ടെമ്പററി ആയിട്ട് വരച്ചിട്ടിരിക്കുന്നതാണ്. ഈ പിങ്ക് ലൈൻ ഒക്കെ വരച്ചിട്ടിരിക്കുന്നത് മെയിൻ ആയിട്ട് ലെവൽസ് വരയ്ക്കണത് അല്ല. ഞാൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ലെവൽസിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 ദിവസമെങ്കിലും ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. ആ ലെവലിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടാവണം. ആ പർട്ടിക്കുലർ ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ പറഞ്ഞ 4-5 ദിവസം, എത്ര ദിവസം അവിടെ ട്രേഡ് ചെയ്തിട്ടോ അത്രയും ദിവസം ആ ലെവലിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് ചിലപ്പോൾ 1 വർഷം മുമ്പാവാം, ചിലപ്പോൾ 2 വർഷം മുമ്പാവാം, ചിലപ്പോൾ 5 മാസം മുമ്പാവാം, എപ്പോൾ വേണമെങ്കിലും ആവാം. ഈ പല ലെവൽസ് മാർക്ക് ചെയ്തിരിക്കണം. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് വരെ എൻ്റെ അകത്തുണ്ടാവും. മനസ്സിലായോ? ഈ ടെമ്പററി എന്ന് പറയുമ്പോൾ അത് മാറും. കാര്യം അവിടെയൊക്കെ ഒരു ഇപ്പൊ അടുത്ത ട്രേഡ് ചെയ്തിട്ടുള്ളൂ, 1 ദിവസം 2 ദിവസമൊക്കെ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്മളെങ്ങനെ ലെവൽ തീരുമാനിക്കുക? അവിടെ ലെവൽ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2, 3, 4 ദിവസമെങ്കിലും അവിടെ ട്രേഡ് ചെയ്ത് നമുക്ക് അവിടെ ഒരു ലെവൽ കിട്ടണം. മാർക്കറ്റ് ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നാണ് മാർക്കറ്റ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ട്രേഡബിൾ ഏരിയയിൽ ഒരു 3, 4, 5 ദിവസം ട്രേഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവണം. എന്നിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഏരിയയിൽ ഏത് ലെവലിനാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അതേ സെയിം ലെവലിൽ വന്നിട്ട് സെയിം റിയാക്ഷൻ മാർക്കറ്റ് കാണിക്കും. ഒന്നില്ലെങ്കിൽ ഈ ബ്ലൂ ലൈൻസ് വരയ്ക്കണമെന്ന് വെച്ചാല് ഈ ബ്ലൂ ലൈൻസ് വരയ്ക്കുന്ന ഒരു 3, 4, 5 ദിവസമൊക്കെ ഈ ലെവലിൽ വന്നിട്ട് ഒന്നില്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ വന്നിട്ട് ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സ് പോലെ വരച്ചിരിക്കുന്നത് ഈ ഏരിയ കിടന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസമല്ല, 4, 5 ദിവസം ഈ പർട്ടിക്കുലർ ബോക്സിന്റെ അകത്ത് ഏരിയയിൽ വന്നിട്ട് അത് ഒരുപാട് പുറകോട്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ 5 മാസം മുമ്പ് 6 മാസം മുമ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അടുത്തായിരിക്കില്ല. അപ്പൊ അടുത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ടെമ്പററി ആയിട്ട് ഈ പിങ്ക് ലൈൻ വരച്ചിരുന്നത്. അതായത് അത് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവാനാണ്. അത് ടെമ്പററി ആണ്, പെർമനന്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം. ഇതേപോലെ വരേണ്ടെങ്കിലും ഞാൻ എടുക്കും. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് 20 EMA എന്നുള്ള റിജക്ഷൻ ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാം. മനസ്സിലായോ? വന്ന് 20 EMA റിജക്ട് ചെയ്തു. അതായത് ഇത്രയും നേരം 20 EMA ടച്ച് ചെയ്യാണ്ടിരുന്നിട്ട് ഇപ്പോഴും വന്ന് 20 EMA ടച്ച് ചെയ്ത് റിജക്ട് ചെയ്തു, എന്റെ ലെവലിൽ നിന്ന് റിജക്ട് ചെയ്തു. ഇതാണെങ്കിലും ഞാൻ എടുക്കൂലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് റെഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുക്കും. ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ഉറപ്പായിട്ട് എടുക്കും. അതാണ് ഒരു മെത്തേഡ്. ഈ 3 മെത്തേഡ് അല്ലാണ്ട് എനിക്ക് ഒരു മെത്തേഡിലും ട്രേഡ് ചെയ്യാം. ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു പ്യുവർ സൈക്കോളജിയാണ്. ഇതൊരു കാരണം മാത്രമാണ്. നമ്മളൊരു ജസ്റ്റ് ഒരു റീസൺ വെക്കുന്നു. നമ്മൾ ട്രേഡ് എടുക്കാൻ ഒരു കാരണം. ആ കാരണം നമ്മൾ പല 3-4 വർഷമായിട്ട് നോക്കി ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാരണമാക്കി വെച്ചിരിക്കുന്നത്. ഒരു നിർബന്ധമില്ല മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യണമെന്ന്. ഏത് സ്ട്രാറ്റജി നമ്മൾ വെച്ചാലും ഒരു 70 to 80% നോക്കിയാൽ മതി. Nobody can create a 100% strategy in this market. ഒരിക്കലും പറ്റില്ല. ലോകത്ത് ഒരാൾക്കും പറ്റില്ല. കാര്യം വോളിയം ബേസ്ഡ് സ്ട്രാറ്റജി ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. ആ 2 ക്യാൻഡിൽസിന്റെ ആ നീളത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു എക്സ്പ്ലനേഷൻ കേട്ടായിരുന്നു, മനസ്സിലായില്ല.
മോനെ ഇപ്പൊ ഇത് നോക്കിയേ, ഇത് എടുക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, കാര്യം മനസ്സിലായി, ഈ ക്യാൻഡിൽ ആയതുകൊണ്ട് നമുക്ക് എടുക്കാം. അതുപോലെ ഇതും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, കാര്യം ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതായത് ക്യാൻഡിലിന്റെ ബോഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ശരിക്കും ഇവിടെ മുതൽ ഇവിടം വരെയാണ്. അതായത് വിക്ക് ലോ ടു ഹൈ ആണ്, ബോഡി അല്ല. പക്ഷെ ഇത് ഇവിടെ വേറെ ഞാൻ കണ്ടിരുന്നില്ല, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓ വോളിയം സ്ട്രാറ്റജി ആദ്യം മുതൽ ഓക്കെ, ഇതൊന്ന് പറഞ്ഞു തീർത്തിട്ടേ ഞാൻ പറഞ്ഞു. അതായത് ഇത് എടുക്കാൻ പറ്റില്ല മോനെ. ഇപ്പൊ ഇത് ആ സ്ട്രാറ്റജി പ്രകാരമല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ഒരു റെഡ് വന്നു, അതിൽ കൂടുതൽ വളരെ, പക്ഷെ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഇത് വളരെ ചെറിയൊരു ക്യാൻഡിലും ഇത് വളരെ വലിയൊരു ക്യാൻഡിലുമാണ്. അതായത് അത്രയും ക്യാൻഡിൽ, വലിയ ക്യാൻഡിൽ വന്നിട്ടും അത്രയും വോളിയമേ നോർമലി ക്രിയേറ്റഡ് ആവുമല്ലോ. ക്യാൻഡിൽ വലുതാവുന്നതനുസരിച്ച്, അതായത് പ്രൈസ് ആക്ഷൻ കൂടുതൽ നടക്കുന്ന അനുസരിച്ച് കൂടുതൽ വോളിയം ക്രിയേറ്റഡ് ആവും. അത് താഴേക്കാണെങ്കിലും മേളിലേക്കാണെന്നുണ്ടെങ്കിലും അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. അപ്പൊ വോളിയം, അതായത് നിങ്ങൾ വലിയ ക്യാൻഡിലിൽ എപ്പോഴും വലിയ വോളിയം ഉണ്ടാവും. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് തരത്തിൽ എടുക്കും, എടുത്തേക്ക് കിട്ടിയതിന് അത് വേറെ പ്രശ്നം, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ എടുക്കാം. ഇത് നമുക്ക് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ സ്കാൽപ്പ് ചെയ്താൽ 142.6 എടുത്തു കഴിഞ്ഞാൽ 153 10 പോയിന്റ്സ് ഫിൻനിഫ്റ്റി അല്ലേ, 10 പോയിന്റ്സിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അത് ചെയ്യാം. വോളിയം സ്ട്രാറ്റജി മോനെ അത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇത് എടുക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ ഇതുപോലത്തെ ഇത് ഹാമർ ക്യാൻഡിൽ ആയിട്ടല്ലേ ഫോം ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ കൺസിഡർ ദിസ്. കാര്യം ഹാമർ ക്യാൻഡലിന് ആസ് ഇറ്റ് ഇസ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. ഇപ്പം ആര് ചോദിച്ചിട്ടുണ്ടല്ലോ വോളിയം, ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. ഇതിന്റെ താഴെ എന്ന് പറയുമ്പോൾ ഇവിടെ പലരും ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ലോ എന്ന് പറഞ്ഞത് ഇപ്പൊ 107.5 ആണ്. ഇത് 107.4 കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കരുത്, ഉറപ്പായിട്ട് അടിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു 2 പോയിന്റെങ്കിലും താഴേക്ക് ഇടുക. ഒരു 105.7 അതുപോലെ റൗണ്ട് ഫിഗറും ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇടരുത്. 106 എന്നോ 105 എന്നോ ഒക്കെ പറഞ്ഞിട്ടൊന്നും സ്റ്റോപ്പ് ലോസ് ഇടരുത്. അതിന് ഒരു 30 പൈസ താഴേക്കായിട്ട് ഇടണം എപ്പോഴും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു ഫിഗർ, അങ്ങനത്തെ ഒരു ഫിഗർ ആയിട്ട് വേണം സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്, അല്ലെങ്കിൽ അടിച്ചു പോകും. കാര്യം നമുക്ക് ടു സർട്ടൻ എക്സ്റ്റെന്റ് നമുക്ക് അറിയാൻ പറ്റും ആൾക്കാർ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുള്ളത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് പലരും ട്രേഡ് ചെയ്യുന്നത് തന്നെ. അപ്പം അതും കൂടെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. ഈ വോളിയം ബേസ്ഡ് സ്ട്രാറ്റജി ഇപ്പൊ ആരും ചോദിച്ചില്ലേ? വരുൺകുമാറാണ്, ആരാണ് ചോദിച്ചേ? അതെ അതെ സാർ, ഞാൻ ചോദിച്ചു. ഇത്രേ ഉള്ളൂ. അതായത് ഒരു റെഡ് ക്യാൻഡിൽ, ഇത് കണ്ടില്ലേ, ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ സ്ട്രൈക്ക് ചാർട്ടിലാണ് കേട്ടോ, സ്ട്രൈക്ക് ചാർട്ടിലാണ്, മനസ്സിലായല്ലോ. പക്ഷെ ആ സമയത്ത് എന്താ സ്ഥിതി എന്നും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഫിൻനിഫ്റ്റിയുടെ ഇതിന്റെ അവിടെ വല്ല 50 EMA CPR ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേം വേണം നമുക്ക്. ഇവിടെ ഒന്നുമില്ല. ഇത് ഈസി ആയിട്ട് എടുക്കാം. കാര്യം 20 EMA മേളിൽ വന്നിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ദിസ്. ഇത് അതായത് ഒരു റെഡ് ക്യാൻഡില് അതിനേലും വോളിയം ഉള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ സ്ട്രൈക്കില്, പക്ഷേ അത് സ്പോട്ടിന്റെ അകത്ത് അവിടെ 50 EMA CPR PDL PDH, ഇതാണ് PDH, ഇതാണ് PDH ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇന്നലെ സമയത്തോളം ഇതായിരുന്നു PDH ആയിരുന്നു. ഈ ക്രോസുമാരി, ബ്ലാക്ക് ക്രോസുമാരി ഇത് ഉണ്ടാവരുത്, തൊട്ടടുത്ത് ഉണ്ടാവരുത്. അറ്റ്ലീസ്റ്റ് ഒരു ഫിൻനിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ മറ്റേ എന്താ പറയാ, സ്പോട്ടിൽ ഒരു 15 പോയിന്റ്, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 10-12 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 40 പോയിന്റെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്ന അകലത്തിലാണ് CPR 50 EMA PDL PDH ഇതുണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഫ്യൂച്ചറിലെ VWAP അത് മാത്രം നോക്കണം. അതായത് സ്പോട്ട് ചാർട്ട് നോക്കണം, ഫ്യൂച്ചർ ചാർട്ട് നോക്കണം, സ്ട്രൈക്ക് ചാർട്ട് നോക്കണം. ഇത്തിരി പണിയുണ്ട് ഈ സാധനം സക്സസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഫ്യൂച്ചറിലെ VWAP ഉണ്ടാവരുത് തൊട്ട് മേളിലായിട്ട്. ഇപ്പൊ നമ്മൾ കോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് ചാർട്ട് ഫ്യൂച്ചറിലെ തൊട്ട് മേളിൽ ഇപ്പൊ ഇത് ഇവിടെ നിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവൂലേ, ഇത് ആ ലൈൻ തന്നെ ഇവിടെ വന്നിരിക്കണം. ഇവിടെ നിന്ന് എടുക്കാൻ ഇവിടെ VWAP ഉണ്ട് ഫ്യൂച്ചറിൽ. അതായത് ഫ്യൂച്ചർ ചാർട്ടിൽ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ VWAP ഉണ്ടെന്ന് വിചാരിക്കാം, അത് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ PDH ഇവിടെയാണ് നിൽക്കുന്നത്, അപ്പോഴും എടുക്കാൻ പറ്റില്ല. അതുപോലെ CPR ഇവിടെയാണ് നിൽക്കണം, അത് പറ്റും. ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 396 ഇവിടം വരെ നമുക്ക് സമയമുണ്ട്. 411 വരെ നമുക്ക് 15 പോയിന്റ് നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പെങ്കിലും നമുക്ക് വേണം. ഇപ്പൊ കണ്ടില്ല, ഇത് തന്നെ 50 EMA, ഇതാണ് 50 EMA. ഈ 50 EMA ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് വരുമ്പോൾ ഇത് ആസിറ്റ് സ്ഥലം താഴേക്ക് പോയി. അപ്പൊ ഇപ്പൊ ഇത് നമ്മൾ എടുക്കുക ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഇത് 50 mm മുട്ടിയില്ലേ, അതായത് ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ എക്സിറ്റ് ആവും. നമ്മളെ സംബന്ധിച്ചോളം 114 നിന്ന് 124 10 പോയിന്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയാണ് അവിടെ. അപ്പൊ അതാണ് ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. പിന്നാണ് ഈ വിവാപ്പിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞത്. വിവാപ്പിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർട്ടും പിയും സിയും ഒന്നിച്ച് കാണാൻ പറ്റും. എന്നാൽ മാത്രമേ അതിന് പണി നടക്കൂ. അതിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതൊന്നും നോക്കേണ്ട, സ്പോട്ട് ചാർട്ടിൽ നോക്കണം, CPR ഒന്നും ഇല്ല എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയേക്കണം. മറ്റേ വിവാപ്പ് ഉണ്ടാവില്ല. കാര്യം ആ വിവാപ്പിന്ന് റിജക്ട് ചെയ്യുമ്പോഴായിരിക്കും ഇവിടെയും ഈ വിവാപ്പിന്ന് ആ സൈഡിലേക്ക് റിജക്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചർ വരണ്ടില്ല നമുക്ക്. പക്ഷെ നമ്മൾ CPR ഇല്ല എന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കണം. CPR ഇല്ല, PDL PDH ഇല്ല എന്നൊന്ന് തൊട്ടടുത്തില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കണം. അതർവൈസ് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആ വിവാപ്പ് സ്ട്രാറ്റജി ഇല്ല. പക്ഷെ വിവാപ്പ് സ്ട്രാറ്റജിക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരു ദിവസം ഒരെണ്ണം വന്നാൽ വന്നു, ചിലപ്പോൾ ഒറ്റ എണ്ണം പോലും വന്നെന്ന് വരില്ല ഒരു ദിവസം. മറ്റേത് മാതിരി കിട്ടില്ല. ഇപ്പൊ ഇത് ഇവിടുന്ന് എടുക്കാം, ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം, ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം, ഇവിടുന്ന് എന്തായാലും എടുക്കാൻ പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാടെണ്ണം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് സെയിം ലെങ്ത്തിൽ ക്യാൻഡിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ 153 എടുത്തു കഴിഞ്ഞാൽ 150 7 പോയിന്റ് നമുക്ക് കിട്ടും. സ്കാൽപ്പിംഗ് പറ്റുള്ളൂ കേട്ടോ. കാര്യം ഞാൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ഒക്കെ സ്കാൽപ്പിങ്ങിനായിരിക്കുള്ളൂ. കാര്യം ഞാൻ സ്കാൽപ്പറാണ്. ഞാനൊരു ട്രേഡർ എന്നെങ്കിലും എന്നെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സ്കാൽപ്പറാണ്. എന്നെ സംബന്ധിച്ചുള്ള 1 to 2 minutes എനിക്ക് അതിനുള്ള ക്ഷമയുള്ളൂ. ഞാൻ എക്സിറ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിഫ്റ്റി ചെയ്യാത്തത്. ഞാൻ നിഫ്റ്റി ചെയ്യാറില്ല. കാര്യം പറ്റില്ല. നിഫ്റ്റി ചെയ്ത് നമ്മൾ ക്ഷമിച്ച് നിൽക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. അതാണ് പ്രശ്നം. അപ്പം വേറെ എന്താണ് വേഗം പറഞ്ഞോ. വേറെ എന്തെങ്കിലും 5 minute അല്ലേ ഓ 5 minute അല്ലേ ടൈം ഫ്രെയിം? ഞാൻ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം 5 ആണ്. ആൾക്കാർ പലരും പലത് ഉപയോഗിക്കുന്നുണ്ട്, 6, 7, 10 എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് കൺവീനിയന്റ് ആവണം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഐ എം യൂസ്ഡ് ടു ഇറ്റ്. ആ 5 minute ചാർട്ടിൽ ഐ എം യൂസ്ഡ് ടു ഇറ്റ്. അപ്പൊ ആ ഒരു കൺവീനിയൻസും കൂടെ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ATM ഞാൻ എന്താണ് സെലക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ATMന്റെ ഡെൽറ്റ എപ്പോഴും 0.5 ആയിരിക്കും. ഓൾമോസ്റ്റ് 0.5, 0.49 അല്ലെങ്കിൽ 0.51 അങ്ങനെയൊക്കെയുള്ളൂ ATMന്റെ ഡെൽറ്റ ഉണ്ടാവുക. അപ്പൊ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ സ്പോട്ട് ചാർട്ടിൽ 1 പോയിന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 50 പൈസ കയറും. അപ്പൊ സ്പോട്ട് ചാർട്ടിൽ എത്ര പോയിന്റിലാണ് അടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും എന്റെ സ്ട്രൈക്ക് ആ സമയം കൊണ്ട് എത്ര പോയിന്റ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനും ഇത് വെക്കാനും കാര്യം, അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ എനിക്ക് ആക്കാം. അതായത് സ്പോട്ടിൽ 5.5 ആണ് ഡെൽറ്റ. സ്പോട്ടിൽ 10 പോയിന്റ് ആണെങ്കിൽ എനിക്ക് എന്റെ 5 പോയിന്റ്. അപ്പൊ എനിക്കൊരു 10 പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 20 പോയിന്റിൽ എനിക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവരുത്. അത് മാത്രം ഞാൻ നോക്കിയാൽ മതി. അതാണ് ഞാൻ എപ്പോഴും ATM ചൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് 5 ആയിരിക്കുള്ളൂ ATMന്റെ ഇതുണ്ടാവുക. വേറെ കാര്യം ചോദിച്ചോട്ടെ? നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത് അടിക്കാതെ താഴേക്ക് പോകുന്ന വല്ല സിറ്റുവേഷൻ വരുമോ? ഇതിൽ വരില്ല, ഗണ്ണില് വരില്ല. എപ്പോഴും പക്ഷെ ഒരു കാര്യം ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇടുമ്പോ എന്താ പറയാ, ഇപ്പൊ 100, 99, 90 എന്ന് പറഞ്ഞിടരുത്. 2 പ്രൈസ് ഇടണമല്ലോ. ടിക്കർ പ്രൈസ് ലിമിറ്റ് പ്രൈസ് ഇടണമല്ലോ നമ്മള്. 100 99 90 പറഞ്ഞിടരുത്. നിഫ്റ്റിയിലാണെങ്കിൽ ഒരു 2 പോയിന്റ് ഗ്യാപ്പ് കൊടുക്കുക. ഫിൻ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 പോയിന്റ് ഗ്യാപ്പ് കൊടുക്കുക. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ മിനിമം ഒരു 5 പോയിന്റ് ഗ്യാപ്പ് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാല് 100ന്റെ ഒരു ട്രേഡ് എക്സ്ചേഞ്ചിൽ ആക്ടിവേറ്റ് ആവുമ്പോഴാണ് നിങ്ങളുടെ ഒരു ട്രേഡ് എക്സിക്യൂട്ടഡ് ആവുമ്പോഴാണ് നിങ്ങളുടെ ഓർഡർ ആക്ടിവേറ്റ് ആവുന്നത്. മനസ്സിലായോ? അതുവരെ ഓർഡർ പെൻഡിങ് ആണ്. ഓർഡർ ആക്ടിവേറ്റ് ആവുന്ന അപ്പോഴാണ് അടുത്ത ബയർ 99.5 നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഓർഡർ അവിടെ നിന്ന് കിടക്കും 99.90. മനസ്സിലായോ? അതായത് മുമ്പ് ഈ പറഞ്ഞ കോവിഡിന് മുമ്പ് നമുക്ക് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഉണ്ടായിരുന്നു ഓപ്ഷന്. അതായത് ട്രിഗർ പ്രൈസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു, ലിമിറ്റ് പ്രൈസ് കൊടുക്കണ്ട. അപ്പൊ ട്രിഗറിൽ ആ പ്രൈസിലോ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അടുത്ത ബയർ പ്രൈസിലോ ഇതാവുമായിരുന്നു. പക്ഷെ സെബി അതങ്ങ് നിർത്തി. ഓപ്ഷന് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് പറ്റില്ല എന്ന് പറഞ്ഞു. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു 2 പോയിന്റ് ഗ്യാപ്പ് നിഫ്റ്റിക്ക് 2 പോയിന്റ് നമ്മളെ ബാധിക്കുന്നില്ല. അടുത്ത ബയർ എവിടെയാണോ അതിൽ ട്രേഡ് എക്സിക്യൂട്ട് ആവും. നമ്മൾ എത്ര കൊടുത്തിട്ടാണ് എത്ര ചെയ്തിട്ടാണെങ്കിലും. നമ്മളിപ്പോ 10 പോയിന്റ് ഗ്യാപ്പ് ഇട്ടെന്ന് വിചാരിക്കുക ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും തമ്മിൽ. പക്ഷെ 1 പോയിന്റ് ഗ്യാപ്പില് നമുക്ക് ബയർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ എക്സിക്യൂട്ട് ആവും. നമുക്ക് വെയിറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ ബാധിക്കുന്ന വിഷയമില്ല. പക്ഷെ നമുക്ക് സേഫ്റ്റി നമ്മൾക്ക് വിഷയമാണ്. അപ്പൊ ഒരു
2-3 പോയിന്റ് ഇടുക നിഫ്റ്റിയിൽ, ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു 5-6 പോയിന്റ് ഇടുക. പക്ഷെ എക്സ്പയറി ഡേയിലൊക്കെ ഭയങ്കര പെട്ടെന്ന് മൂവ്മെന്റ് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ വിത്തിൻ 10 സെക്കൻഡ് കൊണ്ടൊക്കെ ഒരു 50 പോയിന്റ് ഒക്കെ കയറുന്ന ഇത് വരാറില്ലേ? അതാണ് ചോദിച്ചു. അതിന് പക്ഷെ നമ്മൾ 5 പോയിന്റ്, കാര്യം ഇപ്പൊ ബയർ സെല്ലർ തമ്മിലുള്ള പ്രൈസ് ഒരു ബാങ്ക് നിഫ്റ്റിയിലൊന്നും 5 പോയിന്റ് കൂടുതൽ എന്തായാലും വരാൻ പോകുന്നില്ല. സെൻസെക്സിൽ എക്സ്പയറി ഡേയുടെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബയർ സെല്ലറും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് 25 രൂപ വരെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ബയർ സെല്ലറും തമ്മിൽ 25 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യം. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ സെല്ലർ പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ LTP ഉണ്ടാവുക, ബയർ പ്രൈസ് 25 പോയിന്റ് ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആവില്ല. അതുകൊണ്ടാണ് സെൻസെക്സിൽ ഒരിക്കലും മാർക്കറ്റ് ഓർഡർ ഇട്ട് വ്യത്യാസം കാണിക്കാൻ നോക്കരുതെന്ന് പറയുന്ന കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ സെൻസെക്സ് എല്ലാ ബ്രോക്കേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് ബ്രോക്കേഴ്സ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇത് ഭയങ്കര ഡിഫറൻസ് ആണ്, പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. വോള്യൂം ഇപ്പോഴും കുറവാണ്. റിയൽ വോള്യൂമിന് മറ്റേ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ മാതിരി വോള്യൂം ഇല്ല. സെൻസെക്സിൽ ചെയ്യുമ്പോൾ എപ്പോഴും ലിമിറ്റ് പ്രൈസ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. ഇന്നലെ വെള്ളിയാഴ്ച എക്സ്പയറി ഡേ എന്ന് പോലും 6 രൂപ പ്രൈസ് ഡിഫറൻസിൽ ഞാൻ കണ്ടിരുന്നു ബയർ സെല്ലറും തമ്മിൽ. അതായത് ഓപ്ഷൻ ആയിട്ടാണ് പറയുന്നത്, സ്ട്രൈക്ക് ATM സ്ട്രൈക്ക് പ്രൈസിന്റെ ഓപ്ഷന് ബയറും സെല്ലറും തമ്മിൽ 6 രൂപ ഡിഫറൻസ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കണ്ടിരുന്നു. നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കൂടി വന്ന 15 പൈസ 20 പൈസയുടെ ഗ്യാപ്പ് ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 50 പൈസയുടെ ഗ്യാപ്പ് ഉണ്ടാവും ബയർ സെല്ലറും തമ്മിൽ. അതൊരു പ്രശ്നമാണ്. പിന്നെ മറ്റേ SL ഓർഡറിന്റെ കാര്യം പറഞ്ഞില്ലേ? SL ഓർഡറോ? അല്ല, എനിക്ക് ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ SL ഓർഡർ പ്ലേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? പൊസിഷൻ എടുക്കാൻ വേണ്ടിട്ടോ? ഫസ്റ്റ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കീപ്പ് ചെയ്യുന്നത് SL ആണ്. എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇൻ കേസ് നമുക്ക് അത് ടാർഗറ്റ് അച്ചീവ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എഡിറ്റ് ചെയ്തിട്ടാണോ? അല്ല, ഇതങ്ങ് മറ്റേ ക്യാൻസൽ ചെയ്യും, എന്നിട്ട് ടാർഗറ്റ് അങ്ങ് എക്സിറ്റ് ചെയ്യും. ചാർട്ടിൽ തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്? ചാർട്ടിലല്ലേ? ഞാനെന്താ ഇവിടെ ഇപ്പൊ ഇതിങ്ങനെ വരുന്നതെന്ന് വെച്ചാല് മാർക്കറ്റില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല്, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ക്വാണ്ടിറ്റി കൊടുക്കുന്നോ ആ ക്വാണ്ടിറ്റി പ്രകാരമുള്ള ഓർഡർ എക്സിക്യൂട്ട് ആവും, മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ആവും ഇമ്മീഡിയറ്റ്ലി. എന്റെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കും. ഇവിടെ കൊണ്ടൊന്നും ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് വെക്കില്ല കേട്ടോ. ഞാൻ അറ്റ്ലീസ്റ്റ് ഇവിടെ കൊണ്ടു വെക്കുള്ളൂ സ്റ്റോപ്പ് ലോസ്. ഇപ്പൊ 127.70 എന്നും പറഞ്ഞ് ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും. ഇൻ കേസ് ഇങ്ങനെ കയറി ഇവിടെ പോയി, ഇപ്പൊ ഞാൻ ഡെഫിനറ്റ്ലി എന്നെ സംബന്ധിച്ചോളം ഞാൻ 99.999% ഞാൻ ഇവിടെ എക്സിറ്റ് ആവും. ലെറ്റ് മീ ബി വെരി ക്ലിയർ, ഞാനിവിടെ എക്സിറ്റ് ആവും. എക്സിറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കൂല കേട്ടോ. അപ്പൊ ഞാൻ എക്സിറ്റ് ടാർഗറ്റ് ഇതാണ്. പറഞ്ഞോ. ഈ ചേഞ്ചിന് അത് നോക്കണതൊന്ന് ചാർട്ടിൽ ഒന്ന് അതിന്റെ അകത്ത് കാണിച്ചു തരാമോ? പിന്നെ അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഇപ്പൊ കാണിക്കാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ട്രാറ്റജി ബിൽഡർ അല്ലേ? ഇത് സ്ട്രാറ്റജി ബിൽഡർ അല്ലേ? സ്ട്രാറ്റജി ബിൽഡർ. ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് മറ്റേ മന്ത്ലി മാത്രമേ ഉള്ളൂ. അതായാലും മതി. എന്നാലും നമുക്കൊന്ന് അത് ഇത് ചേഞ്ചിനോയെ ഈ സാധനമാണ് ചേഞ്ചിനോയെ എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കാൻ നമുക്ക് മനസ്സിലാവും. ഇത് വെള്ളിയാഴ്ച മിഡ് ക്യാപ് നിഫ്റ്റിയില് വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ കാണുന്നത്. ഹയസ്റ്റ് പുട്ട് ആണ് റേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഇത് പുട്ടല്ല, ഇത് പുട്ടില് ഈ പുട്ടാണ് അതായത് 21,400 പുട്ടാണ് ഏറ്റവും കൂടുതൽ വെള്ളിയാഴ്ച റേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ 22,000 ഒന്ന് ആലോചിച്ച് നോക്കുക. വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് എന്നുള്ളത് ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം. അതായത് ഹയസ്റ്റ് പുട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ മാതിരി 21,500 21,400. ഹയസ്റ്റ് കോൾ എവിടെ നോക്കിയാൽ നിങ്ങൾ വെള്ളിയാഴ്ച റൈറ്റ് ചെയ്തിരിക്കുന്ന 500 പോയിന്റ് ഗ്യാപ്പ് കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത്. സോ പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ഒരു ബുള്ളിഷ് മോഡിൽ തന്നെയാണ് പറഞ്ഞു വരുന്ന മാർക്കറ്റ്. അതെ അതെ, അങ്ങനെയാണല്ലോ അത് റീഡ് ചെയ്യേണ്ടത്. അത് റീഡ് ചെയ്യണതാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ലാത്തത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ ഹയസ്റ്റ് പുട്ട് എവിടെയാണോ അതാണ് സപ്പോർട്ട്, ഹയസ്റ്റ് കോൾ എവിടെയാണോ അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. OI പ്രകാരം മനസ്സിലായോ? ഇപ്പൊ ഇതിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് 21,400 പുട്ടും 21,500 പുട്ടുമാണ് ഹയസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്.
ഹയസ്റ്റ് കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് 22,000 സോ പീപ്പിൾ ആർ നോട്ട് റെഡി ടു സെൽ കോൾസ് ഹിയർ. അവരാരും കോൾ ഇവിടെ വിൽക്കാൻ റെഡിയല്ല. അതുകൊണ്ടാണ് പറ്റും കോളിന്റെ പ്രൈസ് കൂടുതലായിരിക്കും. ഈ നെഗറ്റീവ് വാല്യൂ വരുന്നതിന്റെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നതിന്റെ ഒരു ഇതെന്താ കെമിസ്ട്രി ആൾക്കാർ അൺവൈൻഡ് ചെയ്തത് ഇത്രയും ആൾക്കാർ വെള്ളിയാഴ്ച അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ കോൾസ് ആണ് അൺവൈൻഡ് ചെയ്തിരിക്കുന്നത്. അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവർ പൊസിഷൻ ക്ലോസ് ചെയ്തേക്കണ്. മനസ്സിലായില്ലേ? എല്ലാവരും ബുള്ളിഷ് ആണ് നടത്തും. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് മനസ്സിലാവുന്നതും ഓൾമോസ്റ്റ് അതാണ്. പക്ഷെ ഇപ്പൊ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21,500 റെസിസ്റ്റൻസ് തന്നെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റോടെ കാര്യം. അത് ബേസിക്കലി കാരണം ടെമ്പററി ഇത് മന്ത്ലി ആണല്ലോ ഡിസംബർ എൻഡ് ആയി ഉദ്ദേശിക്കുന്നത് അല്ലേ? ഡിസംബർ എൻഡ് ഇത് മന്ത്ലിയാണ്. ഇപ്പൊ അപ്പൊ വ്യത്യാസം ഉണ്ടാവുമല്ലോ, നല്ല വ്യത്യാസം കാണിക്കുമല്ലോ അവര്. ഒരു ഐഡിയ ഇനിയിപ്പം ഈ അടുത്ത തിങ്കളാഴ്ച അവധിയില്ലേ? അടുത്ത തിങ്കളാഴ്ച അവധിയും കൂടിയാണ്. അപ്പൊ അത്രയും ദിവസം കുറവാണ് ഇനി ട്രേഡിങ്ങിന്. 9 ദിവസം ട്രേഡിങ്ങിനുള്ളൂ. ദിവസങ്ങളൊന്നും ട്രേഡിങ്ങിന് ഇല്ലല്ലോ. ഓൺലി 9 more days. ചില ദിവസങ്ങളെ നമ്മള് ലൈവ് ട്രേഡിന്റെ സമയത്ത് കോഡ് പുട്ടും നെഗറ്റീവ് ആവണുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പക്ഷെ അതെങ്ങനെ നെഗറ്റീവ് ആവും? ഇതുപോലെ ഈ ഇങ്ങനത്തെ റെപ്രസെന്റേറ്റീവ് മറ്റേ സെൻസിബിൾ കാണിക്കുമ്പോ രണ്ടും അടിയിലേക്ക് വരാം. അത് എക്സ്പയറിയോട് അടുത്ത് വരുമ്പോ ആൾക്കാർ പൊസിഷൻ അങ്ങ് എക്സിറ്റ് ആവും. ഇപ്പൊ 5 പൈസയുള്ള സാധനങ്ങളൊക്കെ അവർ എക്സിറ്റ് ആവൂലേ? മനസ്സിലായോ? ഒരു 5 പൈസയുള്ള സാധനങ്ങള് ഇപ്പം ഒരു സാധനം ഇപ്പൊ ഇവിടെ ഒരാള് കോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 21,500 ഇപ്പൊ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ 21,500 ഒരു കോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് എപ്പോ മണി ഇവര് ഒരു 2 മണിയാകുമ്പോഴത്തേക്കും അവര് അത് 5 പൈസ ആയിട്ടുണ്ടാവും. 2:30 മണിയാകുമ്പോഴത്തേക്കും 5 പൈസ ആയിട്ടുണ്ടാവും. കാര്യം ഇവിടെയാണ് ട്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ 21,400 അടുത്താണ് ട്രേഡ് ചെയ്യാൻ. 21,500 ഓൾമോസ്റ്റ് 5 പൈസ ആയിട്ടുണ്ടാവും 2:30 മണിയാകുമ്പോൾ തന്നെ. അപ്പൊ അവരെ അൺവൈൻഡ് ചെയ്യും. കാര്യം അവരെ സംബന്ധിച്ചോളം 93,000 രൂപ ഹോൾഡ് ചെയ്തിരിക്കുക. ഒരു കോള് വിൽക്കണമെന്നുണ്ടെങ്കിൽ 93,000 രൂപയുടെ മാർജിൻ വേണം. മനസ്സിലായോ? അപ്പൊ അവരെ സംബന്ധിച്ചുള്ള മാർജിൻ റിലീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് 2 താഴെ കാണിക്കുന്നത്. ശരി. നെക്സ്റ്റ് ഇനി എന്താണാവും? PCR ഇതുണ്ടല്ലോ 1ന്റെ മുകളിൽ അത് നമ്മൾ നോക്കാറുണ്ട്. മനസ്സിലായില്ല. PCR ഉണ്ടല്ലോ, PCR ഫുഡ് കോൾ റേഷ്യോ, അതും നമ്മൾ നോക്കാറുണ്ടോ? പറയാറുണ്ടല്ലോ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പറയാറില്ല PCR ആ സമയത്ത് എത്രയാണെന്നുള്ളത്. ഞാൻ ഇടാറുണ്ടല്ലോ, സ്ക്രീൻഷോട്ട് ഇടാറുണ്ടല്ലോ. നിങ്ങൾ കാണാറില്ല? അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ കേട്ടോ. PCR 1ന് മേളിലാണെന്നുണ്ടെങ്കിൽ മേളിലേക്ക് പോകും, PCR 1ന് താഴെയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരും. അതൊക്കെ തെറ്റായ രീതിയാണ്. ഹയസ്റ്റ് പുട്ട് ഇപ്പൊ ഇത് 21,000 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് അല്ലേ? ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് 21,000 മേണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് വന്നിരുന്നത്. PCR കൂടിക്കൊണ്ടിരിക്കും. ഇതിപ്പോ PCR എത്രയാ ഉണ്ടാവുക? ഇതിന്റെ PCR എത്രയാ? PCR കാണും 1.4 താഴെ 1.4 താഴെ 1.4 മന്ത്ലി ആണ് കേട്ടോ. മന്ത്ലി ആയതുകൊണ്ടാണ് 1.4. ഇപ്പം നമ്മൾ വീക്ക്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി വീക്ക്ലി 1.46 ആണ്. 1.41 ഉള്ളൂ. ഈ വീക്കിലെ 1.46 ആണ്. അതായത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് 21,300 മനസ്സിലായോ? അവിടെ തന്നെയാണ് പുട്ട് റൈറ്റിംഗ് വന്നതെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം മാർക്കറ്റ് മേളിലേക്ക് പോകുന്നതല്ല. 23,000 വരെ 21,300 വരെ വരാനുള്ള ചാൻസ് അവിടെ ഉണ്ടല്ലോ. 156 പോയിന്റ് താഴേക്ക് വരാനുള്ള ചാൻസ് അവിടെ ഇല്ലേ? അപ്പം മാർക്കറ്റ് PCR 1ന് മേളിലാണ്. അതുകൊണ്ട് മാർക്കറ്റ് മേളിലേക്ക് കയറി പോകുള്ളൂ നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. എവിടെയാണ് പുട്ട് കൂടുതൽ റൈറ്റ് ചെയ്തിരിക്കണം അതും കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ 1.46 ആണ് ഈ വീക്കിലെ PCR ഉള്ളത് നിഫ്റ്റിയുടെ. പക്ഷേ പുട്ട് ഏറ്റവും കൂടുതൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് 21,300 21,300 അതായത് ഇവിടെയാണ് പുട്ട് ഏറ്റവും കൂടുതൽ ഈ വീക്കിലെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഇവിടെയാണ്. ഇവിടം വരെ വരാലോ. അപ്പൊ നമ്മൾ വെറുതെ PCR 1.46 ആണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് മാത്രമേ പോകുള്ളൂ എന്നെടുക്കരുത്.
മാർക്കറ്റിന് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും വരും. പക്ഷേ ആ ഡൗൺ എവിടം വരെ ആയിരിക്കും ലിമിറ്റഡ്? 21,300 വരെയും ലിമിറ്റഡ്. കാര്യം അത് പുട്ട് റൈറ്റേഴ്സ് സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നതാണ്. അവിടെ ഓൾറെഡി റൈറ്റേഴ്സ് അവിടെ സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല, ദർ ഇസ് എ ചാൻസ്. അത്രയേ ഉള്ളൂ. ടെക്നിക്കൽ ട്രേഡർ ആണ്. ഐ എം നോട്ട് ഗാംബ്ലർ. ഐ എം എ ടെക്നിക്കൽ ട്രേഡർ. എന്നടുത്ത് വിളിച്ച് ചോദിക്കുന്നതിനടുത്ത് പറയും ഞാൻ എടുക്കൂല, ഞാൻ അഡ്വൈസ് ചെയ്യും ഹീറോ സീറോ. എനിക്ക് അറിയില്ല എന്താ ഹീറോ സീറോ. നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ഷോർട്ട് കവറിംഗ് വരുമ്പോൾ സാറ് ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? ഷോർട്ട് കവറിംഗ് വരുമെന്ന് ഉറപ്പായാൽ? ഷോർട്ട് കവറിംഗ് വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ ചില സമയത്ത് വാട്ട് ഐ വിൽ ഡു ഇസ് ദാറ്റ് ഐ വിൽ പുട്ട് എ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇടും. അതായത് ഇപ്പൊ സ്റ്റോപ്പ് ലോസ് നിഫ്റ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇന്നലത്തെ സെൻസെക്സ് തന്നെ എടുത്തറിയാം. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 196 ആയിരുന്നല്ലോ ഒരു സമയത്ത് ഉണ്ടായിരുന്ന. 196 ആയിരുന്നു ഞാൻ പറഞ്ഞത്. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 71,196 ആയിരുന്നു ഷോർട്ട് കവറിംഗ് ലെവൽ എന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്ന റേഞ്ച്, രണ്ടാമത്തെ റിവൈസ്ഡ് റേഞ്ച്. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? 71,100ന്റെ CE അതിനോട് അവിടെ വരുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് വെച്ചിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തേക്കണം എന്തിനാ 4 മണിക്കൊന്നും എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ അവിടെ വരുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഈ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് പറ്റൂലേ ATM കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? പറ്റൂലേ നിങ്ങൾക്ക്? ട്രേഡ് ചെയ്യണ ഇവിടെയാണ്. മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ എത്രയായിരിക്കും 71,100ന്റെ സിയുടെ പ്രൈസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ മേളിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടു വെക്കും. ഇതിന്റെ മേളിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ അല്ല, അതിന് സ്ട്രൈക്ക് പ്രൈസ് ഇല്ല. ഇതിന്റെ നിഫ്റ്റിയുടെ ഇതിപ്പം സെൻസെക്സിന്റെ 71,100 C സെക്കായ. വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പൊ ഈ സ്ട്രൈക്ക് പ്രൈസിൽ ഇതിന്റെ മേളിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു ബൈ ഓർഡർ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇട്ടു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇതിന്റെ ഒരു 250 ആണ് വരാൻ സാധ്യത. ഇവിടെ വരുമ്പോൾ ആ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിന് 250 ആയിരിക്കും വരാൻ സാധ്യത എന്ന് കണ്ടാൽ ഞാൻ ഒരു 255.45 ട്രിഗർ പ്രൈസും 256 ഒരു ലിമിറ്റ് പ്രൈസ് 255.45 256 ഒരു ലിമിറ്റ് പ്രൈസുമായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ബൈ ഓർഡർ ഇട്ട് വെക്കും. അപ്പൊ എന്ത് പറ്റും? അടിച്ച് കയറി പോയാൽ എനിക്കത് കൈ കിട്ടുകയും ചെയ്യും, ഞാൻ വെയിറ്റ് ചെയ്യേണ്ടിയും വരില്ല. ഇപ്പൊ ഞാൻ ഇവിടെയായിരുന്നു ഇപ്പൊ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് എനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഇവിടെ വരെ. അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നത്. അല്ലാണ്ട് ഹീറോ പരിപാടി എനിക്കില്ല മോനെ. അതിലെന്താന്ന് വെച്ചാൽ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി പോയാൽ പോയി, അതല്ലേ? അതിന്റെ പേരെന്തെന്ന് വിളിക്കും നമ്മള്? ഗാംബ്ലിംഗോ? ഞാൻ ഗാംബിളർ അല്ലല്ലോ. ഐ എം എ ടെക്നിക്കൽ ട്രേഡർ. കാരണം എന്റെ വരുമാനമാണ്, എന്റെ ജീവിതമാർഗ്ഗമാണ്. ഐ കനോട്ട് ഗാംബിൾ വിത്ത് ദാറ്റ്. സോ അർത്ഥമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടാ. അപ്പം അടുത്തത് പറ. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മളിപ്പോ വോളിയം കാൽക്കുലേറ്റ് ചെയ്യത്തില്ലയോ? വോളിയം നമ്മൾ തൊട്ട് മുമ്പത്തെ ക്യാൻഡിലാണോ, ക്യാൻഡിലിന്റെ വോളിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതോ അതുവരെയുള്ള വോളിയാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മനസ്സിലായില്ല. നമ്മളിപ്പോ വോളിയം ബേസ്ഡ് നമ്മൾ സ്ട്രാറ്റജി ഇല്ലയോ? അതിനകത്ത് ഗ്രീൻ ക്യാൻഡിലും വോളിയം തൊട്ട് മുമ്പത്തെ റെഡ് വോളിയത്തിനേക്കാൾ കൂടുതൽ വരണോ, അത് അതുവരെയുള്ള ഗ്രീനേക്കാളും മുകളിൽ വരണം? തൊട്ട് മുമ്പത്തെ റെഡ്. ഓക്കെ ഫൈൻ. മുമ്പത്തെ റെഡ് ഇതണ്ടില്ലേ? ഇത് ഇങ്ങനെ റെഡ് ആയിരിക്കണം, നിർബന്ധമായിട്ട് റെഡ് ആയിരിക്കണം. പക്ഷെ അത് ഇത് പോയി എടുക്കരുത് കേട്ടോ, ഇത് പോയി എടുക്കരുത്. ഇത് കിട്ടിയിട്ടുണ്ടാണ് വേറെ വിഷയം, പക്ഷെ റിസ്ക് ആണ്, ഒഴിവാക്കുക. 50 മാത്രം.
ഏത് സ്ട്രൈക്ക് ചാറ്റിലോ? ടോട്ടലി EMI കൺസിഡർ ചെയ്യുന്ന എന്തിനൊക്കെയാണ്? EMI കൺസിഡർ ചെയ്യുന്ന സ്പോട്ട് ചാർട്ടിൽ മാത്രമേ ഉള്ളൂ. EMIസിന് ഇമ്പോർട്ടന്റ് സ്പോട്ട് ചാർട്ടിൽ മാത്രമേ ഉള്ളൂ. EMIസിന് ഇമ്പോർട്ടന്റ് സ്പോട്ട് ചാർട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ 50 EMAയുടെ അടുത്ത്, അതായത് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുക്കാൻ പോയി, ഇത് എടുക്കാൻ പോയത് ഇവിടെ ഇതാണ്, ഇതുമേ എടുക്കാൻ പോയി എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ 50 EMA ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 50 EMA ഇത് സെൻസെക്സ് ആണ്, വോട്ടെവർ ഇറ്റ്, ഇത് എടുക്കാൻ പോയി ഇവിടെ 50 EMA ഉണ്ടെന്ന് വിചാരിക്കും തൊട്ട് മേളില്. അപ്പോൾ ഒഴിവാക്കിയേക്കാം, അപ്പോൾ വിട്ടേക്കാം, പിന്നെ അതുകൊണ്ട് പണിയാൻ നോക്കരുത്. കാര്യം 50 EMAയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒന്ന് റിട്രേസ് ചെയ്യും. താഴേന്ന് മുകളിലേക്ക് പോയിട്ട് 50 mm മുട്ടിക്കഴിഞ്ഞാൽ 50 mm ഒന്ന് റിട്രേസ് ചെയ്യും. അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ 50 mm തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് മേളിലേക്ക് റിട്രേസ് ചെയ്യും. 50 EMAക്ക് മാത്രമേ ഉള്ളൂ. EMSൽ 50 EMAക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ക്യാൻഡിൽ ഫോം ആവുന്ന 50 EMAയുടെ മുകളിലാണെങ്കിൽ ഒന്നുകൂടി സക്സസ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? 50 EMAയുടെ മുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അത് സ്പോട്ട് ചാർട്ടിലാണ് കേട്ടോ, അല്ലാതെ ഈ സ്ട്രൈക്ക് ചാർട്ടിലെ EMSന് ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സ്ട്രൈക്ക് ചാർട്ടിലെ ഇതിനെ ഇപ്പൊ നമ്മൾ ഫിൻനിഫ്റ്റി ഇത് എടുത്തു കഴിഞ്ഞാല് ഇപ്പം ഇതാണ് 50 EMA വന്നിട്ടുള്ളത്. ഇതൊക്കെ ഒരു നല്ല എൻട്രിയാ. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അല്ല ഞാൻ പറയണേ, പക്ഷെ എൻ്റെ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവല് അതും 50 EMA സപ്പോർട്ട് ചെയ്യും. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല എൻട്രിയാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമുക്ക് ഡബിൾ കൺഫർമേഷൻ, നമ്മുടെ ലെവല് 50 EMA, പിന്നെ എന്താ പറയാ ഓൾമോസ്റ്റ് ഒരു ഹാമർ മാതിരിയുള്ള ഒരു ക്യാൻഡിൽ ഫോർമേഷൻ. നമുക്ക് അത് പിന്നെ രണ്ടാമത് അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 50 EMA എന്ന് പറയുമ്പോൾ 50 ദിവസത്തെ പ്രൈസിനേക്കാൾ ഹൈയില് നിൽക്കണേന്നല്ല, 50 ദിവസം എന്നല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന ചാർട്ടിൽ 50 ക്യാൻഡിൽ. ഇപ്പൊ നമ്മൾ 5 മിനിറ്റ് ആണ് ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ചാർട്ടിൽ 50 ക്യാൻഡിൽ, അതാണ് 50 EMA എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്, പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. എക്സ്പോണൻഷ്യലാണ്, സിമ്പിൾ മൂവിങ് ആവറേജ് അല്ല, അത് SMA ആണ്. ഇത് EMA, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. അത് പെട്ടെന്ന് മൂവ് ചെയ്യും. എക്സ്പോണൻഷ്യലാണ്. എക്സ്പോണൻഷ്യൽ എന്ന് പറയാൻ അറിയാലോ, ഗൂഗിളിൽ നിന്ന് അർത്ഥം പറഞ്ഞു തരും. അപ്പൊ അത് നമ്മൾ ഇടുന്ന ചാർട്ട് അനുസരിച്ചാണ്. നമ്മൾ 5 മിനിറ്റ് ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് ചാർട്ടിൽ 50 ക്യാൻഡിൽ ആവറേജ് ആണ് ഈ പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. വേറെ നെക്സ്റ്റ് 4:15 സമയമുണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ധൈര്യമായിട്ട് ചോദിച്ചോ, പറഞ്ഞ പോലെ. കഴിഞ്ഞ ദിവസം സെൻസെക്സിന്റെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ പറഞ്ഞല്ലോ, തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. അപ്പൊ അതില് ഇക്കയുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഇക്ക സ്റ്റോപ്പ് ലോസ് വേറെ ഒരെണ്ണം വീണ്ടും ഓർഡർ ഇടും. സെപ്പറേറ്റ് ഓർഡർ ആയിട്ട് ഇടും. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇട്ട് നമ്മൾ ബൈ എടുക്കുമ്പോൾ നമുക്ക് മറ്റേ ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ പറ്റില്ല. അതിപ്പോ ആ ഓർഡർ എക്സിക്യൂട്ട് ആയതിനു ശേഷം ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യും. വേറെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഇടുന്ന ഞാൻ ഓർഡർ ഇടുന്നതിനൊന്നും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരാറില്ല. ഞാൻ ചോദിച്ചു വരാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇപ്പൊ പെട്ടെന്നുള്ള ഇപ്പൊ 3 PM ക്യാൻഡിൽ നമുക്ക് ഒരുപാട് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ചോദിച്ചത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഞാൻ ഡ്രാഗ് ചെയ്യാറേ ഉള്ളൂ. ഞാൻ ട്രെയിൽ ചെയ്യുന്നത് ഞാൻ ഡ്രാഗ് ചെയ്യുന്നതാണ്. അതായത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ടെക്നിക്കാലിറ്റി ഒന്നുമില്ല. സിസ്റ്റത്തിന്റെ നമ്മൾ എന്താ പറയുന്നത്, ഞാൻ എടുത്ത സാധനത്തിന്റെ വില 5 പോയിന്റ് കൂടുമ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസ് 4 പോയിന്റ് കയറ്റി വെക്കണം, അന്നല്ലേ പറയുന്നുള്ളൂ. പക്ഷെ ആ 4 പോയിന്റ് കയറ്റി വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ആവുന്നുണ്ട് അർത്ഥമുള്ള. സ്റ്റോപ്പ് ലോസിന് എപ്പോഴും ഒരു ടെക്നിക്കൽ റീസൺ ഉണ്ടാവണം, അതില്ലെങ്കിൽ അടിച്ചു പോകും. സ്റ്റോപ്പ് ലോസിന് എപ്പോഴും ഒരു ടെക്നിക്കൽ റീസൺ ഉണ്ടാവും. അപ്പൊ ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മാനുവൽ ആയിട്ടും ട്രെയിൽ ചെയ്യാറുണ്ട്. ഞാൻ മാനുവലായിട്ട് വലിച്ചു കയറ്റും, ഡ്രാഗ് ചെയ്ത് ആ ഡ്രാഗ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ലോട്ട് ഉണ്ടെങ്കിൽ 5 ആൾക്കാരായിട്ട് സെല് ചെയ്തു, അങ്ങനെ പ്രശ്നം വരാറുണ്ട്. അതില്ല അല്ലേ? അതില്ലല്ലോ. അതെങ്ങനെയാണ്? എനിക്ക് ഒറ്റ ഓർഡർ അല്ലേ വരുള്ളൂ. ഒറ്റ ഓർഡർ തന്നെയാണ് അത് ബ്രാക്കറ്റ് ഓർഡറും കവർ ഓർഡർ ഇടുമ്പോൾ മാത്രമേ ആ പ്രശ്നം വരുള്ളൂ. മറ്റേത് പ്രശ്നം നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കുന്നതിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഓർഡർ കവർ ഓർഡർ ഞാൻ ചെയ്യാറില്ല. ബ്രാക്കറ്റ് ഓർഡർ ഞാൻ വളരെ റെയർ ആയിട്ട്, അതായത് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, ചിലപ്പോൾ ഒറ്റയടിക്ക് താഴേക്ക് പോകും എന്നൊരു ഒരു തോന്നൽ വന്നാൽ മാത്രമാണ് ഞാൻ ബ്രാക്കറ്റ് ഓർഡറിലേക്ക് പോകാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നോർമൽ ഓർഡർ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓർഡർ എടുക്കുക, അപ്പൊ തന്നെ സ്റ്റോപ്പ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്റ്റോപ്പ് ലോസ് റെഡിയാക്കി വെക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ റെഡിയാക്കി വെക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ആ രീതി അറിയുള്ളൂ. എനിക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടിട്ടില്ലേ പേടിയാവും.
പിന്നെ ഈ പറഞ്ഞ മാതിരി ഡ്രാഗിങ് വളരെ റെയർ ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. ഈ 2 മിനിറ്റ് ഞാൻ എവിടെയിട്ട് ഡ്രാഗ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. വെയിറ്റ് ടൈം പറഞ്ഞ 1 മിനിറ്റ്. ഞാനിപ്പോ തൊട്ട് മുന്നേ കാണിച്ചൊരു കാൻഡിൽ ഇപ്പോ 20 EMA മിക്ക ലെവലിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തു. പിന്നെ അടുത്തത് CPR വരെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാറില്ല. എന്റെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ എന്നാലും ഈ പറഞ്ഞ മാതിരി ഈ ഓൾമോസ്റ്റ് ഇവിടെ വരുമ്പോൾ ഞാൻ എക്സിറ്റ് ആവും. ഈ കൺസോളിഡേറ്റഡ് ഏരിയ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ നോക്കുന്നത് ഈ ഇതിനു മുമ്പ് കൺസോളിഡേഷൻ എവിടെ ഉണ്ടായിരുന്നു? ഇവിടെയാണ് ഒരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നത്. ഈ കൺസോളിഡേഷൻ ഏരിയയിൽ ഇവിടെ ട്രേഡ്സ് നടന്നിട്ടുണ്ടെന്നാണല്ലോ ഈ പറയുന്നതിന്റെ അർത്ഥം. ഈ കൺസോളിഡേഷൻ എന്താ നടക്കുന്നത്? അവിടെ ഒരുപാട് ട്രേഡ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറെ നേരം നടന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ ഇത് വന്നിട്ടില്ലായിരുന്നു, ഈ ക്യാനിൽ വന്നിട്ടില്ലായിരുന്നു, ഈ കൺസോളിഡേഷൻ വാട്ട് വിൽ ഹാപ്പൻ? അത് അങ്ങനെ ഒന്നില്ലെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ മേളിലേക്ക് സംഭവിക്കും. അപ്പൊ താഴേക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആ റിസ്ക് എടുക്കില്ല. ഡെഫിനറ്റ്ലി ഞാൻ ഈ കൺസോളിഡേഷൻ വരുമ്പോൾ ഞാൻ എക്സിറ്റ് ആവും. ഞാനിപ്പോ ഇവിടെ നിർത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവും. നമ്മൾ ഈ ഡ്രാഗ് ചെയ്യുമ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത ആ ലിമിറ്റും ട്രിഗറും ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇല്ല, നമ്മൾ ട്രിഗർ മാത്രമാണ് മാറ്റണമെങ്കിൽ ട്രിഗർ മാത്രം കയറും. ലിമിറ്റ് നമ്മൾ, അതായത് ട്രിഗർ നമ്മൾ ഒരുപാട് മേളിലേക്ക് കയറ്റിയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് പതിയെ കുറച്ച് മേളിലേക്ക് കയറ്റണം. കാര്യം ലിമിറ്റും ട്രിഗറും തമ്മിലുള്ള മാക്സിമം ഡിഫറൻസ് ഉണ്ടല്ലോ, അത് എക്സ്ചേഞ്ച് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്നിട്ടില്ലെങ്കിൽ ഡ്രാഗ് ചെയ്യണത് തിരിച്ചു പോയി, മോഡിഫൈ ആവില്ല, ട്രേഡ് മോഡിഫൈ ആവില്ല. അപ്പൊ നമ്മൾ ഒരുപാട് കയറ്റുണ്ട്, അതായത് പെർസെന്റേജ് വൈസിലാണ്. അതായത് ട്രിഗർ പ്രൈസും ലിമിറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം പെർസെന്റേജ് വൈസിലാണ് എക്സ്ചേഞ്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, NSE ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ BSE ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വളരെ ചെറിയൊരു സാധനം എടുത്തു, 25 രൂപയുടെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ്, അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ട്രിഗർ അങ്ങോട്ട് ഒരുപാട് അങ്ങ് മേളിലേക്ക് കയറ്റി കഴിയുമ്പോൾ പ്രശ്നമാവും. കാര്യം എന്ന് വെച്ചാൽ ഈ തമ്മിലുള്ള എക്സ്ചേഞ്ചിന്റെ ലിമിറ്റിന് മേളിലേക്ക് പോകും. അപ്പൊ എന്താ വെച്ചും ഓർഡർ മോഡിഫൈ ആവില്ല, വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ കുറച്ച് കയറ്റിയിട്ട് മറ്റേ ഞാൻ എപ്പോഴും എന്താ വെച്ചാൽ ഞാനിത് മാനുവലി ഇടുന്നതുകൊണ്ട് ഞാനൊരു എന്താ പറയാ 2 രൂപ ഗ്യാപ്പിലാണ് ഇടുന്നുള്ളൂ. ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ബാങ്ക് നിഫ്റ്റി എടുക്കുമ്പോൾ ഒരു 150 രൂപ 200 രൂപയുടെ സാധനമല്ലേ ഉണ്ടാവുള്ളൂ. അത് ഈവൻ ഞാൻ ATM എടുക്കുമ്പോൾ ഈവൻ എന്താ പറയാ എക്സ്പയർ ഡേ ആണെങ്കിലും 100 രൂപ 125 രൂപ എന്തായാലും ഉണ്ടാവും. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ തമ്മിലുള്ള ഡിഫറൻസ് അപ്രോക്സിമേറ്റ്ലി ഒരു 40 പോയിന്റ്സ് 35 പോയിന്റ്സിന് അടുത്തൊക്കെ വരാൻ പറ്റും. ഞാൻ ഈ 2 പോയിന്റ് ഗ്യാപ്പിലാണ് ഇടുന്നത്, പക്ഷെ എനിക്ക് അപ്പോൾ മാറ്റുമ്പോൾ അത്രയും പ്രശ്നം വരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ട്രിഗർ പ്രൈസ് കുറച്ച് മേളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒപ്പം ലിമിറ്റ് പ്രൈസ് അങ്ങ് മേളിലേക്ക് കയറ്റി വെക്കും, അതിന്റെ അടുത്ത് വരെ കയറ്റി വെക്കും. അത് നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും അല്ലേ? മാനുവൽ ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യാൻ നമുക്ക് 2 ലൈൻ ഓപ്ഷൻ വരുമല്ലോ? ഞാൻ ചെയ്തോയിട്ടില്ല ഇതുവരെ, അതെന്ന് ചോദിച്ചു. ഡ്രാഗ് ചെയ്ത് 2 ലൈനിന് ആദ്യം ഞാൻ ട്രിഗർ ഓർഡർ അങ്ങോട്ട് ട്രിഗർ പ്രൈസ് അങ്ങോട്ട് കുറച്ച് കയറ്റിയിട്ട് ലിമിറ്റ് പ്രൈസ് അങ്ങോട്ട് കയറ്റി വെക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ പോയി ഓർഡറിൽ പോയി ഇത് എടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ തലവേദന, ഒരുപാട് സമയം നമ്മളുടെ സ്കാൽപ്പേഴ്സിന് ഒരിക്കലും പറ്റില്ല. അപ്പൊ അതെന്തായാലും നടക്കൂല. ന് മുമ്പ് ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ലൈൻ ഇത് ബ്രേക്ക് ചെയ്ത് പോയപ്പോ അവിടെ കൺസോളിഡേഷൻ വരുന്നേക്കാളും നിങ്ങൾ എക്സിറ്റ് ആവും പറഞ്ഞില്ലേ? അപ്പൊ അതിന് മുമ്പ് ഒരു റെഡ് ക്യാൻഡിൽ വന്നാൽ എക്സിറ്റ് ആവോ? ഇല്ല, റെഡ് ക്യാൻഡിൽ ഒന്നും പറഞ്ഞൊന്നും എക്സിറ്റ് ആകുന്നില്ല. ഒരു നോർമലി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാനൊരു 20 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ട്രേഡിലേക്ക് കയറുള്ളൂ. 20 പോയിന്റിന്റെ അടുത്ത്, അതായത് ഒരു 40 പോയിന്റ് ഗ്യാപ്പിൽ സ്പോട്ടിൽ പ്രശ്നമൊന്നുമില്ല, ഫ്യൂച്ചറിൽ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനകത്തേക്ക് കയറാൻ പോകുന്നുള്ളൂ. ഞാൻ ട്രേഡ് ചെയ്യുന്നതിൽ ഒരു 90% ബാങ്ക് നിഫ്റ്റി ആയിരിക്കുള്ളൂ, ഒരു 10% മാത്രമാണ് നിഫ്റ്റിയും സെൻസെക്സും കൂടെ ഞാൻ ചെയ്യുന്നുള്ളൂ. 90% ഞാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഒരു 40 പോയിന്റെങ്കിലും വേറെ എന്താ പറയാ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ, ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ എനിക്ക് 20 പോയിന്റ് എനിക്കത് കിട്ടിയാൽ മതിയെന്നേ, എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. ഐ എം നോട്ട് ദാറ്റ് ഗ്രീഡി. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു 2-3 ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. അപ്പം അത് പ്രോബ്ലംസ് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞ വെച്ചാല് നിങ്ങൾക്ക് ട്രേഡിംഗിൽ സക്സസ് ആവണോ, ബി എ സ്കാൽപ്പർ. ഞാൻ ആ ഒരു കൺസെപ്റ്റ് കാരണമാണ് കേട്ടോ. ഇപ്പം എന്നെയൊക്കെ പോലെ ഫോളോ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ബി എ സ്കാൽപ്പർ. കാരണം ഇതുമാതിരി വെച്ചോണ്ടിരുന്നതൊക്കെ അനുഭവിച്ച് ഒരു പരുവമായി കാണും ഞാൻ. അതായത് 2 ദിവസം 3 ദിവസത്തില് 6 ദിവസം വരെയൊക്കെ ഞാൻ എന്താ പറയുക ഫ്യൂച്ചർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നഷ്ടത്തില്, ലോസിലാണ് ഈ പറയുന്നത്. അത് 1-2 6-7 ലക്ഷം രൂപയൊക്കെ നഷ്ടത്തിലാണ് ഈ പറയുന്നത് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 സാധനത്തിന്റെ ഫ്യൂച്ചേഴ്സ് എപ്പോഴും കയ്യിലുണ്ടാവും, ഓവർനൈറ്റ് ആയിട്ട് കയ്യിലുണ്ടാവും. ഇത് ഇങ്ങനെ വെച്ചോണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പ്രോഫിറ്റിലാവും, ഏതെങ്കിലും ദിവസം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താ പറയാ മന്ത് എൻഡിൽ എക്സ്പയറി ആവുന്ന സമയമാകുമ്പോൾ അന്ന് ഈ കമ്പൽസറി ഡെലിവറി ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് എക്സ്പയറിക്ക് വിടാം. ഈ ഫ്യൂച്ചറും മറ്റേ എന്താ പറയാ സ്റ്റോക്ക് ഫ്യൂച്ചറും നമുക്ക് എക്സ്പയറിക്ക് വിടായിരുന്നു. ഇപ്പോഴാണ് കമ്പൽസറി ഡെലിവറി എന്നുള്ള ഒരു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 5-6 കമ്പനികളുടെ ഉണ്ടാവും എപ്പോഴും ഫ്യൂച്ചർ, അതും 5-6 ലോട്ട് വെച്ച് കംപ്ലീറ്റ്ലി ലിവറേജ്ഡ് ആണ്. 10% കൊടുത്താൽ മതി, ടോട്ടൽ മാർജിന്റെ 10% മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സ്റ്റോക്കുകളുടെ
മറ്റേ പ്ലെഡ്ജിങ് ആയിട്ട് തന്നെ പരിപാടി തീർന്നു കിട്ടും. അപ്പൊ ലിവറേജിട്ടാണ് കംപ്ലീറ്റ് പൊസിഷൻസ് ഉണ്ടാവുക. എന്നിട്ട് അന്ന് വരുന്ന നഷ്ടം മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പക്ഷെ പ്രശ്നം എന്താ പറ്റാന്ന് വെച്ചാൽ അടി കിട്ടുമ്പോൾ എല്ലാത്തിനും കൂടെ അടി കിട്ടും. അപ്പൊ നമുക്ക് പണിയും. സിമ്പിൾ ആയിട്ടൊന്ന് സ്ട്രാഡിലും സ്ട്രാങ്കിളും എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടൊന്ന് പറയും. സ്ട്രാഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ എന്താ പറയാ, ഇപ്പം ഇതിനെയാണ് സ്ട്രാഡൽ എന്ന് പറയുന്നത്. അതായത് സെയിം സ്ട്രൈക്ക് പ്രൈസ് രണ്ടും സെല് ചെയ്യാന്ന് പറയും. മനസ്സിലായോ? ഇതിപ്പോ 21,500 സ്ട്രൈക്ക് പ്രൈസ് ഇത്ര ആൾക്കാരെങ്കിലും രണ്ടും സെല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അല്ലെ? അതിനാണ് സ്ട്രാഡൽ എന്ന് പറയുന്നത്. സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പുട്ടും ഇവിടുത്തെ കോളും, അല്ലെങ്കിൽ ഈ കോളും ഈ പുട്ടും, അതായത് മാർക്കറ്റ് ഇവിടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ കോളും ഈ പുട്ടും രണ്ടും സെല് ചെയ്യാന്ന് തന്നെയാണ് സ്ട്രാങ്കിൾ. ഷോർട്ട്, അതിന് ഷോർട്ട് സ്ട്രാങ്കിൾ അല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാഡൽ എന്ന് പറയുന്നത്. ലോങ് സ്ട്രാഡലും ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ബൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ പുട്ടും ഈ കോളും ബൈ ചെയ്യുക. അതിനെയാണ് ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. വല്ല മനസ്സിലായിട്ടാണോ ഓക്കെ എന്ന് പറഞ്ഞത്? മനസ്സിലാവും. അടുത്തത് ചോദിച്ചോ, പറഞ്ഞോ. ആമല്ലേ നിങ്ങൾ ഇവിടെ ഇല്ലേ? ഉണ്ട്. അല്ല ഒരു വിവരമില്ല നിങ്ങളുടെ. ഒരു കാര്യം ചോദിക്കട്ടെ, ആ ഈ മൊബൈലല്ല ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ OI എങ്ങനെയാ നോക്കുന്നത്? സിസ്റ്റത്തില് വീക്കിലി OI ഞാൻ ഉദ്ദേശിച്ചത്, മന്ത്ലി അല്ല, വീക്കിലി. ഇതിന്റെ അകത്ത് ആയിട്ടില്ല. എപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ മെസ്സേജ് വിട്ടിരുന്നു. ഇതിന്റെ അകത്ത് ഇതുവരെ വീക്കിലി ആയിട്ടില്ല, മന്ത്ലി ആയിട്ടുള്ളൂ. ഞാൻ പിന്നെ മൊബൈലിൽ നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഇപ്പൊ കുറേ പറയണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ ഇമീഡിയറ്റ്ലി ആവണ്ട് എന്ന് പറയുന്നല്ലാണ്ട് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവര് നമുക്ക് ടൈം ഫ്രെയിം 20 സെക്കൻഡും 50 സെക്കൻഡ് ഒക്കെ തന്നിട്ടുണ്ട്. അതിനേക്കാളും നല്ലത് OI ആയിരുന്നു. വേറെ കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ വേറെ രസം എന്താണെന്ന് അറിയാമോ? ഈ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നതിൽ 10% റീറ്റെയിലേഴ്സിന് മാത്രമേ എന്താണ് OI എന്ന് അറിയാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവൻ 10% ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷനിലേക്ക് വരുന്ന? ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും പെട്ടെന്ന് കാശ് ഉണ്ടാക്കാം. പക്ഷെ നേരെ തിരിച്ചാ സംഭവിക്കുന്ന. ഏറ്റവും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കുക ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഓപ്ഷൻ. അപകടമാണ് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറഞ്ഞ സ്കാൽപ്പർ ആവാൻ ട്രൈ കഴിയുന്നത്. അപ്പം സ്കാൽപ്പിംഗിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് മണി. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, യു ക്യാൻ മേക്ക്. വേറെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും മെസ്സേജ് വല്ലതും ഉണ്ടോ? ഈ എക്സ്പയറി എല്ലാ ദിവസങ്ങളിൽ ഓയിൽ എങ്ങനെ ട്രാപ്പ് വരുന്നതെന്ന് പറയും. വലിയ കാര്യമൊന്നുമില്ല പോലെ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ മുതൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഒരു ഇമ്പോർട്ടൻസ് വരും. അതുപോലെ തന്നെ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ബുധനാഴ്ച ഉച്ച മുതൽ ഇമ്പോർട്ടൻസ് വരും. അല്ലാത്ത ദിവസങ്ങളിൽ അതിന് വലിയ അർത്ഥമൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. കാര്യം വെച്ചാൽ അവർക്ക് അത് കവർ, അതായത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റിന് എവിടെയാണ് ഇത് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം, എവിടെയാണ് റെസിസ്റ്റൻസ് സപ്പോർട്ട്. പക്ഷെ അതിന് എക്സ്പയറി ഡേറ്റ് അന്നുള്ള അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. സമയമുണ്ടല്ലോ ഈ 2 ദിവസം അവർക്ക് ഫയർ ഫൈറ്റ് ചെയ്ത് മാറ്റാൻ. നമുക്ക് ഇത് കൊടുത്ത് അത് വാങ്ങിച്ച് അപ്പുറത്ത് മാറ്റി ഇപ്പുറത്തെ ഇത് ഈ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കറിയാം അതെങ്ങനെ ഫയർ ഫൈറ്റ് ചെയ്ത് അവസാനം പ്രോഫിറ്റിൽ എത്തണമെന്നുള്ളത്. അവർക്കൊണ്ട് ചെയ്യുന്ന മാതിരി നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അവരുടെ അടുത്ത് ഉള്ളത് ക്രോസിന്റെ ബാക്കപ്പാണ്. ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് റുപ്പീസിന്റെ ബാക്കപ്പിലാണ് അവർ ചെയ്യുന്നത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ എക്സ്പയറി ഡേറ്റ് അന്ന് ഒരു 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ പോയാൽ പോയി പോകും. അപ്പോൾ അവർ കവർ ചെയ്യും. അപ്പോഴാണ് നമ്മൾ ലോങ് അൺവൈൻഡിങ് അല്ലെങ്കിൽ ഷോർട്ട് കവറിങ് ക്രിയേറ്റഡ് ആവുന്നത്. വേറെ അതുപോലെ നമ്മുടെ 200 SMA അതിന് വലിയ പ്രാധാന്യമുണ്ടോ? 200 SMA യെസ്, ടു സർട്ടൻ എക്സ്റ്റെന്റ് ഞാൻ കൺസിഡർ ചെയ്യാവുന്ന ഇമ്പോർട്ടൻസ് കേട്ടോ. അതിന്റെ അതൊന്ന് പറയാമോ? അത് എങ്ങനെയാണത്? ഇതാണ് 200 SMA. അത് റെസ്പെക്ട് ചെയ്യും, പലപ്പോഴും അത് റെസ്പെക്ട് ചെയ്യാറാണ് പതിവ്. പക്ഷെ 50 EMA അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ എന്നാലും സർട്ടൻ എക്സ്റ്റെന്റ് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതുപോലെയൊക്കെ വരും. ഇതാണ് 200 SMA. ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഞാനൊരു പൊസിഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ഞാൻ എക്സിറ്റ് ആവും. ഞാൻ പിന്നെ റിസ്ക് എടുക്കൂല. അനുഭവം ഗുരു എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്റെ അനുഭവത്തിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, അവിടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ഇവിടെ
ഇതിലോട്ട് 200 SMA അതാണ് ഇതുണ്ടല്ലേ, സോറി 50 MA. പക്ഷേ 50 MA ഇമ്പോർട്ടൻസ് വേറെ ഒരു മൂവിങ് ആവറേജിനും കിട്ടൂല കേട്ടോ. ഈ കാണുന്നത് 50 MA ആണ് കേട്ടോ. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വേറെ ഒരു മൂവിങ് ആവറേജിനും കിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് ഇമ്പോർട്ടന്റ്. അതിന്റെ അടുത്ത് വരുമ്പോൾ പിന്നെ അഭ്യാസം കാണിക്കാൻ നോക്കരുതേ. ചിലപ്പോ അങ്ങനെ ഇതുണ്ടല്ലേ, ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന കൂടി പോകുന്നത് അങ്ങനെ ഞങ്ങൾ കയറി പോകും, ഒരിക്കലും പോകില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഈ സാധനത്തിന്. ഇതിപ്പോ നമ്മള് ഇങ്ങോട്ട് ഈ പിന്നെ ഞാൻ എല്ലായിടത്തും ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ഈ സ്പോട്ടിൽ നോക്കുമ്പോഴേ ആദ്യത്തെ ഫോളില് ഒരിക്കലും ചെയ്യാൻ നോക്കരുത് കേട്ടോ. മേളിന്ന് വന്നു ആദ്യം 50 MA താഴെ വന്നു, ഒരിക്കലും ചെയ്യാൻ നോക്കരുത്. രണ്ടാമത് നമുക്ക് ഇതേപോലെ ഒരെണ്ണം കിട്ടണം. ഇത് വന്നിട്ട് തിരിച്ചതുമ്പോൾ മുട്ടി റിജക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അതുമ്മ പണിയാൻ പാടുള്ളൂ. അത് ഇപ്പം വേറെ എവിടെയാ ഇപ്പം നമ്മൾ പറയാ, ഇത് ഇങ്ങനെ വന്നു ഇവിടെ വെച്ച് നമ്മളിത് 50 MA പൊട്ടി എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. അതിന് പകരം ഇത് ഇവിടെ വന്ന് മുട്ടി തിരിച്ച് കയറി പോകണം, ഇവിടെ നിന്ന് കയറി പോകണം. അതായത് ഇതിന്റെ താഴേന്നാണ് വന്നാന്നുണ്ടെങ്കിൽ മേളിൽ കയറി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പിന്നെ വേറൊരു ക്യാൻഡലിന്റെ വിക്ക് ഇതുമ്പോൾ മുട്ടിയിട്ടുണ്ടാവണം. നിർബന്ധമായിട്ട് മുട്ടണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മുട്ടിയാൽ പോരാ, മുട്ടണം എന്ന് പറഞ്ഞാൽ മുട്ടിയിരിക്കണം. എന്നാൽ മാത്രമാണ് അതിനൊരു ഇമ്പോർട്ടൻസ്. കാര്യം നമ്മൾ ഈ എന്ത് വര വരച്ചാലും നമ്മളെ കാണുന്നുള്ളൂ. ഇപ്പൊ 50 MA നമ്മൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ CPR വരച്ചിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ലെവൽസ് നമ്മൾ ഇതുപോലെ ലെവൽസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ഈ ലെവൽസ് നമ്മളെ കാണുന്നുള്ളൂ, വേറെ ആൾക്കാർ അത് മറ്റുള്ളവരും കണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്. ആ ലെവലിൽ വന്നിട്ട് അത് റെസ്പെക്ട് ചെയ്യുമ്പോഴാണ്, മാർക്കറ്റ് അത് റെസ്പെക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. ഞാൻ ഇപ്പൊ നേരത്തെ ഒരെണ്ണം കാണിച്ചു തന്നില്ലേ, ഇത് കണ്ടില്ലേ, മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്ന ഉറപ്പ് വരുത്തണം. അതിലെനിക്ക് അർത്ഥമില്ല. അതായത് വിക്ക് മുട്ടിയിരിക്കണം, അത് നിർബന്ധമായിട്ട് മുട്ടിയിരിക്കണം. എന്നാൽ ബോഡി ഇതിന്റെ അകത്തേക്ക് വരാനും പാടില്ല, അത് നിർബന്ധം. എന്നാൽ മാത്രമാണ് മാർക്കറ്റ് അത് കണ്ടു നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ മാർക്കറ്റ് അത് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. മാർക്കറ്റ് അത് റെസ്പെക്ട് ചെയ്തു എന്ന് ആദ്യം കൺഫേം ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് താഴെ വന്നു, ഒറ്റയടിക്ക് മേളിൽ കയറി പോയി, കേട്ടില്ലേ. ഇങ്ങനെ വന്നാല് ഇവിടെ വെച്ചല്ല എടുക്കേണ്ടത്, ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും ഡിലേ ആയി എന്ന് വിചാരിക്കുന്ന അർത്ഥമില്ല. നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ആണ് ഇമ്പോർട്ടൻസ്. അതായത് കയറി തിരിച്ചത് റെസ്പെക്ട് ചെയ്യുക. അതായത് ഇതുണ്ടല്ലേ, ഇത് മേളിലേക്ക് കയറിയില്ല, ഇവിടുന്ന് റിജക്ട് ചെയ്ത് പോകുന്നു, അടുത്തത് വന്നിട്ട് അതിന്റെ മേളിലേക്ക് കയറി, പക്ഷെ പിന്നീട് അടുത്ത ക്യാൻഡിൽ വന്നിട്ട് ഇതിന്റെ അകത്തൊരു ബോഡി ക്ലോസ് ചെയ്യാതെ, പക്ഷെ വിക്ക് ആകുമ്പോൾ നിർബന്ധമായിട്ട് മുട്ടി തിരിച്ചു കയറി. നമുക്ക് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡ് എൻട്രി ഉള്ളൂ. അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാതെ വരുമ്പോഴാണ് കാര്യം. ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരെന്താ പറ്റുക, നമ്മൾ ഇത്രയും ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ചാടി കയറി എടുക്കും, പക്ഷെ മാർക്കറ്റ് അത് ഇതുമാരിയൊക്കെ കൊണ്ട് പോകും. അപ്പം നമ്മൾ സ്റ്റോപ്പ് അടിക്കും. അവിടെയാണ് പ്രശ്നം. ഇതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു സപ്പോർട്ട് വെച്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു നമ്മൾ ആദ്യം കൺഫേം. അതെങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുന്ന, റെസിസ്റ്റൻസ് ആയിട്ടുള്ള സാധനത്തിന്റെ മേളിൽ പോയി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ വേറൊരു ക്യാൻഡലിന്റെ വിക്ക് ആ റെസിസ്റ്റൻസ് നേരത്തെ റെസിസ്റ്റൻസ് ആയത് ആ ഏരിയയിൽ മുട്ടി അതുകൊണ്ട് സപ്പോർട്ട് എടുത്തു, എന്നാലാണ് റെസിസ്റ്റൻസ് സപ്പോർട്ടായി മാറി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് താഴെ കാണുന്നുണ്ടെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി മാറിയത് സപ്പോർട്ടിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് ട്രേഡ് ചെയ്ത് പിന്നെ പോയി ആ സപ്പോർട്ടുമ്പോ നേരത്തെ സപ്പോർട്ടായിരുന്ന ഭാഗത്ത് പോയി മുട്ടി തിരിച്ച് വരുമ്പോഴാണ് നേരത്തെ സപ്പോർട്ടായിരുന്നത് ഇപ്പൊ റെസിസ്റ്റൻസ് ആയത് നമ്മൾ കൺഫേം ചെയ്യുന്ന. ലുക്മാൻ അതൊന്ന് ഓഫ് ചെയ്യാവോ? ഓക്കെ. ഇനി വേറെന്താ പറഞ്ഞോളൂ. NSEയുടെ ഡാറ്റ എടുത്തിട്ടേ ഈ പ്രോസ് ലോങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ FIAs ലോങ്ങിലാണെന്നുള്ളത് നമുക്കൊരു വ്യൂ ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റുമോ? വ്യൂ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
I'll just show you something. ഞാൻ ഈ സ്ക്രീൻ ഒന്ന് മാറ്റട്ടെ. മാറ്റി നോക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ അവസാനം? ഇപ്പൊ സ്ക്രീൻ കിട്ടിയില്ലേ? കാണുന്നുണ്ട്. ഇത് എടുത്താൽ മതി. ഇതാണ് ഏറ്റവും ബെറ്റർ. ഇത് ഏതാണ്? ഒബ്സ്ട്ര. ഇത് നമ്മള് ഇതാണ് ഡാറ്റ. FIS ഈ ക്ലയൻസ് പറയുന്നതാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? DIIs എന്ന് പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ്, പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഐ എൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഈ DIIs ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് കോൾസ് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഓപ്ഷൻസ് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. മനസ്സിലായോ? DIIs എന്ന് പറഞ്ഞാൽ ആരാണ്? ഡൊമസ്റ്റിക് അതായത് മ്യൂച്വൽ ഫണ്ട്സ്. മനസ്സിലായോ? ഈ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദേ കനോട്ട് സെൽ ഓപ്ഷൻസ്. അവർക്ക് ഓപ്ഷൻസ് വിൽക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ പൊസിഷൻ എഡ്ജ് ചെയ്യാൻ വേണ്ടി പുട്ട് വാങ്ങിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാങ്ങിക്കാൻ വേണ്ടി മാത്രമേ അവർക്ക് പറ്റുള്ളൂ. ഓപ്ഷൻസ് സെല് ചെയ്യുന്ന ആൾക്കാരുടെ ഡാറ്റ നോക്കിയിട്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് നോട്ട് വർത്ത്. നമുക്ക് ഡീറ്റെയിൽസ് വേണ്ടത് പ്രോ ആയിട്ടുള്ള ആൾക്കാരുടെ FIIsന്റെ ആൾക്കാരുടെ ആണ് വേണ്ടത്. ഇതിപ്പോ ഇന്നലത്തെ സ്റ്റാറ്റസ് ആണ് ഈ കാണുന്നത്. മറ്റേ ഇവര് എന്താ പറയാ, നമ്മുടെ FIIs ഫ്യൂച്ചേഴ്സ് കൂടുതൽ ലോങ് എടുത്തിട്ടുണ്ട്. പ്രോസ് അവര് ഷോർട്ട് കൂടുതൽ 19,000 ഷോർട്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് 20,000 ആയി ഫ്യൂച്ചറിന്റെ അകത്ത്. ബേസിക്കലി അവര് നെറ്റ് ലോങ് ആയിരുന്നത് പ്രോസ് അവർ നെറ്റ് ലോങ് തന്നെയാണ് ഇപ്പോഴും. അവരിപ്പോ ലോങ് കൂടിയിട്ടേ ഉള്ളൂ. FIIs നെറ്റ് ഷോർട്ട് ആയിരുന്നത് ഇപ്പൊ ഇന്നലെ ഷോർട്ട് കുറച്ചിട്ടുണ്ട്, മറ്റൊരു ലോങ്സ് കൂട്ടിയിട്ടുണ്ട് നെറ്റായിട്ട്. ഓക്കെ, അവ ഇപ്പോഴും മേളിലേക്ക് തന്നെയാണ് ഈ ഡാറ്റ കാണിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഈ ഡാറ്റ എന്താ മനസ്സിലായ? ഈ ഓബ്സ്ട്ര പെയ്ഡ് വെർഷൻ ആണോ ഇത്? ഇല്ല, ഇത് ഫ്രീ ആണ്. എങ്ങനെ റീഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് FIIs കാണില്ലേ, FIIs ഇല്ലേ, ഇവരുടെ ഇന്നലത്തെ നെറ്റ്, അവര് നെറ്റ് 17,000 ഷോർട്ട് ആയിരുന്നു. ആ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അവര് ലോങ് ആയിരുന്നു, കോൾസും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെ രണ്ടിനെയും കവർ ചെയ്യുന്ന രീതിയിൽ പുട്ടും അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പുട്ട് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് ലോങ് ആയിരുന്നു. 94,076 പുട്ട് ലോങ് കൊടുത്തിട്ടുണ്ട്. 8,22,000 പുട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെറ്റായിട്ട് വരുന്നത് 1,71,555 ആണ്. അത് വെച്ച് നോക്കുമ്പോൾ അവർ ഇന്നലെ ടോട്ടല് 17,673 കോൺട്രാക്ട്സ് അവർ ഷോർട്ട് ആയിരുന്നു. പക്ഷെ അവര് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് കഴിഞ്ഞപ്പോൾ അവരുടെ ഷോർട്ട് 9,819 ആയി കുറഞ്ഞു. അപ്പൊ അവര് ഷോർട്ട് കൂടുതൽ കവർ ചെയ്തിട്ടുണ്ട്. ആ കവർ ചെയ്യുന്ന പറയാൻ അവർ ലോങ് എടുക്കുകയാണ് ചെയ്തത്. 35,363 കോൺട്രാക്ട്സ് ലോങ് ഉണ്ടായിരുന്നു ഫ്യൂച്ചറിൽ. അത് 50,211 ആയി. അപ്പൊ അവരിപ്പോഴും മേളിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഫ്യൂച്ചർ ലോങ് എടുത്തിരിക്കുന്നത്, അത് ഫ്യൂച്ചർ വാങ്ങിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലേ? പ്രോസും അപ്പൊ ഭയങ്കരമായിട്ട് ലോങ്ങിലല്ലേ അതിനകത്ത്? പ്രോസ് ഓൾറെഡി ലോങ്ങിലായിരുന്നു. വ്യാഴാഴ്ച 22,717 കോൺട്രാക്ട്സ് ലോങ് ആയിരുന്നു. അത് 26,000 അല്ല 2 lakh ഇത്രയും കയറിയ 7,381. അതൊരു ഭാരകയറ്റമായി പോയില്ല. പക്ഷെ അവര് ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അവര് കോൾസ് വിൽക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പുട്ടും കൂടുതൽ വിൽക്കുകയാണ്, സെല്ലിംഗ് ആണ് കൂടുതലുള്ളത്. 1,71,904 നെറ്റ് ഷോർട്ട് ഉണ്ട് പുട്ടിന്റെ അകത്ത്. 1,30,000 ഉണ്ടായിരുന്നു, അതിപ്പോ 1,90,000 ഇല്ല. അവര് കോള്, അതുകൊണ്ടാണ് അവരുടെ ഇത്രയും കൂടാൻ കാര്യം. അവര് കോൾസ് ഷോർട്ട് ആയിരുന്നു വ്യാഴാഴ്ച. വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തപ്പോ അവര് നെറ്റ് ലോങ് ആയി, കോളിൽ നെറ്റ് ലോങ് ആയി, മറ്റേ ഇതിന്റെ അകത്തും നെറ്റ് ലോങ് ആയി, പുട്ട് നെറ്റ് ഷോർട്ടും ആയി.
കൂടുതലായി. അതായത് 1,71,906 പുട്ട് സെല് ചെയ്തിട്ട് 1 lakh പുട്ട് സെല് ചെയ്യുമ്പോൾ അറിയില്ല അവരെന്താ പുട്ട് സെല് ചെയ്യണം എന്തിനാണ് മേളിലേക്ക് കയറി പോകുന്നുള്ളതുകൊണ്ടാണ് പുട്ട് സെല് ചെയ്യുന്നത്. അവര് ലോങ് കയറിയിട്ടുണ്ട്, കോൾസിൽ ലോങ് കയറിയിട്ടുണ്ട്, കയറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര വലിയ എമൗണ്ട് വന്നേക്കണല്ലേ അവിടെ അവരുടെ ക്രിയേറ്റഡ് ആയിരിക്കുന്നത്. അപ്പം ദാറ്റ് ഇസ് ദ തിങ്. അപ്പം അതങ്ങനെയാണ് നോക്കണത്. ഇത് നമുക്ക് ഐഡിയ കിട്ടാൻ ഇപ്പൊ ഇത് ഈ ഡാറ്റ പറയാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോഴും അവര് മേളിലേക്ക് തന്നെയാണ് അവര് പ്രതീക്ഷ ഉള്ളത്, അവരുടെ പ്രതീക്ഷ മേളിലേക്ക് തന്നെയാണ്. അത് ഇത് നോക്കാറുണ്ട്, ഇത് ഞാൻ നോക്കാറുള്ള സാധനമാണ്. പക്ഷെ ഞാൻ ഓപ്ഷനാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡാറ്റ കിട്ടും നമുക്ക്. ഇതുമാതിരി കോൾസ് ആണോ പുട്ട്, അതായത് അവർ പുട്ട് വിൽക്കുകയാണോ ചെയ്തിരിക്കുന്നത്, അത് കോൾസ് വാങ്ങിക്കുകയാണോ ചെയ്തിരിക്കുന്നത്, എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലേ നമുക്ക് കാര്യമുള്ളൂ. അതല്ല ഫ്യൂച്ചറിൽ ലോങ് ആണോ ഫ്യൂച്ചറിൽ ഷോർട്ട് ആണോ എന്ന് അറിഞ്ഞിട്ടേ നമുക്ക് കാര്യമുള്ളൂ. ഇപ്പം ഇവർ 15,000 അഡീഷണൽ കോൺട്രാക്ട്സ് എടുത്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ, അത് ഇൻഡെക്സിൽ. അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സ്റ്റിൽ ദേ ആർ ലുക്കിംഗ് ഫോർ ലോങ്. അപ്പൊ അതാണ് അതിന്റെ സംഭവം. ഇനി എന്താണ് അറിയേണ്ടവന്റെ? ഈ നമ്മൾ ചില ദിവസങ്ങളില് നമുക്ക് വരാറുണ്ടല്ലോ, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒക്കെ ഡാറ്റ നോക്കിയിട്ടാണല്ലോ, ഗിഫ്റ്റ് നിഫ്റ്റി ഗ്ലോബൽ ഡാറ്റ ഒക്കെ നോക്കിയിട്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ 950 ക്യാൻഡിൽ എടുക്കുന്നത് ശരിക്കൊരു ഷുവർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. ഞാൻ എടുക്കാറില്ല. അത് ശരിക്കൊരു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഒരു ലക്ക് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതത്രേ 915 ഞാൻ എടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി എടുക്കാറില്ല. പ്രത്യേകിച്ച് എന്താ പറയാ എക്സ്പയറി തുടങ്ങുന്ന സമയത്ത് ഞാൻ എടുക്കാറില്ല. ഞാൻ അത് എടുക്കണമെങ്കിൽ തന്നെ 950 എടുക്കണമെല്ലാം ഇതിലായിരിക്കുള്ളൂ, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കുള്ളൂ. ഞാൻ എടുക്കുന്ന ഒരു മെത്തേഡ് ബേസിക്കലി 915 എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യാൻഡിൽ ഇപ്പൊ ഇവിടെ നിന്നല്ലേ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് തുടങ്ങി, എനിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ സപ്പോർട്ട് വന്ന അപ്പൊ ഈ മറ്റേ സ്പോട്ട് ഈ സപ്പോർട്ട് എടുത്ത് മേളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അപ്പം ഈ ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്യുമല്ലോ, ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്യും. ഏതില്? ഇതിന്റെ പുട്ടില്. അതായത് ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്യുമല്ലോ, ഈ വിക്കിന്റെ മേളിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇട്ടു. ഗ്രീൻ ഓർഡറിൽ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇട്ടു, ബൈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇട്ടു ആ വിക്കിന്റെ മേലിൽ. അതായത് ഇവിടെ നിന്ന് തുടങ്ങി എന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ എനിക്ക് എന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ 50 MA അല്ലെങ്കിൽ PDH വാട്ട് എവർ ഇറ്റ് ഇസ് അങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മേളിലേക്ക് കയറിയിട്ടുണ്ട് ചെറുതായിട്ട്. അതായത് ഫസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വിക്ക് അങ്ങോട്ട് കയറും. അപ്പൊ ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റഡ് ആവും. ഞാൻ ഈ വിക്കിന്റെ മേളിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും. അപ്പൊ അടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അടിച്ചങ്ങ് കയറും. പക്ഷെ വളരെ റയറായിട്ട് ചെയ്യാറുള്ളൂ. 950 ഞാൻ ഒഴിവാക്കാറാണ് ഇപ്പോ. മുമ്പൊക്കെ ചെയ്ത് വളരെ കുറവാണ് ചെയ്യുന്നത്. ശരി, താങ്ക് യു. നമ്മളെ വോളിയം സ്ട്രാറ്റജി എപ്പോ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാം? ടൈം മാർക്കറ്റോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു 10 മണി മിനിമം 4 ക്യാൻഡിലെങ്കിലും ഫോം ചെയ്ത് കഴിയണം. 4 to 5 ക്യാൻഡിൽസ് കഴിയണം. 5 minute ക്യാൻഡിൽസ് 4 മുതൽ 5 ക്യാൻഡിലെങ്കിലും കഴിയണം. എന്നിട്ട് ഉറപ്പുണ്ടാവും, അല്ലെങ്കിൽ പണി വരും. നിയാസ്ക ഡൗട്ട് ചോദിക്കട്ടെ. നിയാസ്ക ഇടയ്ക്ക് ഗ്രൂപ്പിൽ പറയാറില്ലേ, ലൈക്ക് ഈ ലെവലിന്റെ മുകളിൽ പിന്നെ ഷോർട്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കണ്ട, അല്ലെങ്കിൽ ഈ ലെവലിന്റെ താഴത്തെ ഷോർട്ടിങ്ങിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ലൈക്ക് അത് എങ്ങനെയാണ്? ഓൺ ഗ്രാഫ് ബേസ്ഡ് ആണോ പറയുന്നത്, ചാർട്ട് ബേസ്ഡ് ആണോ പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ ഡാറ്റ നോക്കിയിട്ടാണോ പറയുന്നത്? ചാർട്ട് ബേസ്ഡ് തന്നെയാണ്. ചാർട്ടില്ലാണ്ട് അതൊക്കെ എങ്ങനെ പറയാൻ പറ്റുക? ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ CPR ബേസ്ഡ് തന്നെയായിരുന്നു. ഇപ്പൊ മിനിയാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. കാര്യം അവിടെ ചാർട്ട് നോക്കാനായിട്ട് എനിക്ക് പറ്റില്ല. കാര്യം അവിടെ ഈ ലെവലിൽ ട്രേഡ് ചെയ്തിട്ടില്ലല്ലോ, ഒരു ദിവസം ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റില്ല, അത് CPR ബേസ്ഡ് ആണ്. ഇതാണ് അതായത് CPR-ന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോക്കാം, CPR-ന്റെ മേളിലാണെന്നുണ്ടെങ്കിൽ ലോങ് നോക്കാം, അത്രേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് കാര്യം പറയട്ടെ. അതായത് CPR-ന്റെ മേളിലാണ് മാർക്കറ്റ്, CPR-ന്റെ മേളിലാണ് നമ്മുടെ
ബാങ്ക് നിഫ്റ്റി CPR മേലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ CPR താഴെ സ്റ്റാർട്ട് ചെയ്ത് CPR മേലിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. 13 EMA 20 EMA മേലിലാണ് ഉള്ളത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓൺ ഇമ്പോർട്ടൻസ് കൊടുക്കുക. തിരിച്ചു വരികയാണെങ്കിൽ CPR താഴെയാണ്, 20 EMA 13 EMA താഴെയാണ്, അല്ല സോറി 13 EMA 20 EMA താഴെയാണ് പുട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് എന്താണ് ബേസിക്കലി ട്രെൻഡ് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അല്ലാണ്ട് അതിൽ വേറെ അത്ര വലിയ സംഭവമായിട്ടൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ആ ട്രെൻഡ് നമ്മൾ ഇതാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ഉണ്ടാക്കാൻ വേണ്ടി പുട്ട് എടുക്കണോ കോൾ എടുക്കണോ, ഈ ആൾക്കാരുടെ ചോദ്യം ഉണ്ടല്ലോ, പുട്ടാണോ കോളാണോ എന്നുള്ളത്. അപ്പൊ അതിന് ഒരു കാര്യം പറഞ്ഞു തോന്നുന്നു, CPR മേലിലാണെങ്കിൽ കോളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, CPR താഴെയാണെന്നുണ്ടെങ്കിൽ കോളിന് പുട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ നമ്മളൊക്കെ മുമ്പ് ചെയ്തത്. ഇപ്പം ഇതാണ് ഇന്നലെ ഇതായിരുന്നു CPR, ബാങ്ക് നിഫ്റ്റിയുടെ CPR. നാളെ ഇതാണ് CPR. എന്താ നിങ്ങൾക്ക് ഇതിന് മനസ്സിലായത്? Can you tell me what will be the difference in the market? പറയാൻ പറ്റില്ല? No one? അപ് ട്രെൻഡ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തോന്ന് അപ് ട്രെൻഡ് എന്തോന്നാ എന്റെ പൊന്നു മാഷെ. അതായത് CPR വൈഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സൈഡ് വേസ് ആയിരിക്കും എന്നാണ്. CPR നാരോ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ്. അതിന് മിനിയാന്ന് വ്യാഴാഴ്ച ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നില്ലേ, യു ക്യാൻ എക്സ്പെക്ട് എ മൂവ്മെന്റ് ഇൻ ഇതെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം ഇതാണ്, കാരണം ഭയങ്കര നാരോ ആയിരുന്നു. ഇത് CPR ആണ്. 3 ലൈനും ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 പോയിന്റാണ്. നാളത്തെ നോക്കിക്കേ, നാളത്തെ ഡിഫറൻസ് 926 to 47 926 to 4871 വരെയുണ്ട്. ഓൾമോസ്റ്റ് എന്താ പറയാ 150 പോയിന്റ് ഉണ്ട് ഡിഫറൻസ് CPR-ന്റെ. അപ്പൊ അതിന്റെ അർത്ഥം നാളെ എന്തായിരിക്കും എന്നാണ്? അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. അതായത് CPR കുറവാണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിരിക്കും, ഒന്നിലേക്ക് താഴേക്ക്, ഒന്നില്ല അല്ലെങ്കിൽ മേളിലേക്ക്, ഏതെങ്കിലും ഒരു വശത്തേക്ക് ട്രെൻഡിങ് ഉണ്ടാവും, വൺ സൈഡ് മൂവ് ഉണ്ടാവും. CPR വൈഡ് ആണെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാളെ എന്തെങ്കിലും കാരണവശാൽ ഇതിന്റെ അകത്ത് വന്ന് വെട്ടി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. ഇറ്റ് മൈ പോയിന്റ്, മനസ്സിലായോ? ഇത്രയും വലിയ, അത് 150 പോയിന്റ് ആണുള്ള CPR-ന്റെ അകത്തേക്ക് വന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് പാക്ഡ് അപ്പ്, ജാംഡ് അപ്പ്. പിന്നെ പുറത്തേക്ക് എടുക്കാന്നുള്ളത് വലിയ പാടാവും. അപ്പൊ ഇതിന്റെ മേലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗീവ് ഇമ്പോർട്ടൻസ് ടു കോൾ. ഇതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഗീവ് ഇമ്പോർട്ടൻസ് ടു, അതായത് ഇതിന്റെ താഴെ ട്രേഡ് ചെയ്യാൻ ഇവിടെ പോയിട്ട് കോൾ എടുക്കാനല്ല പറഞ്ഞ, ഇവിടെ നിന്ന് വന്നിട്ട് തിരിച്ച് കയറി നമുക്ക് ഒരു റീട്രേസ്മെന്റ് കഴിഞ്ഞിട്ട് പുട്ടെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ നിന്ന് പോയിട്ട് ഇവിടെ കയറി ഇവിടം വരെ കയറിയിട്ട് കോൾ എടുക്കാനല്ല പറഞ്ഞത്, തിരിച്ചൊരു റീട്രേസ്മെന്റ് വന്നിട്ട് എല്ലാവരും ഇതിന്റെ മേലിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പോയിട്ട് കോൾ എടുക്കുക, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. വെയിറ്റ് ഫോർ എ റീട്രേസ്മെന്റ്. ഇവിടുന്ന് പുട്ട് എടുക്കുന്നതിലും സേഫ് താഴെ വന്നിട്ട് ഇവിടുന്ന് കോൾ എടുക്കുന്നതായിരിക്കും മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന്റെ മേളിൽ കൺസിഡർ കോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോങ് എന്ന് പറയുന്ന കാര്യം വെച്ചാൽ, ഇവിടെ പോയിട്ട് കോൾ എടുക്കാനല്ല, ഇവിടെ പോയിട്ട് പുട്ട് എടുക്കുന്നതിലും നല്ലത് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് കോൾ എടുക്കുന്നതായിരിക്കും കുറേയും കൂടി സേഫ് എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞിട്ട് കോൺഫിഡന്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഈ റീട്രേസ്മെന്റിന്റെ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് പുട്ട് എടുക്കാൻ പാടില്ലായെന്നില്ല. ദേ ക്യാൻ ടേക്ക് എ പുട്ട് ഫ്രം ഹിയർ. ഈ റീട്രേസ്മെന്റ് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ആസ് എ ബിഗിനർ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ സംബന്ധിച്ചോളം ഇവിടുന്ന് പുട്ട് എടുക്കുന്നതിലും സേഫ് ആയിട്ട് തിരിച്ച് താഴെ വന്ന് ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് കോൾ എടുക്കുന്നതായിരിക്കും അവർക്ക് സേഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ മേളിലാണെങ്കിൽ കോള്, ഇതിന്റെ താഴെയാണെങ്കിൽ പുട്ട്, അത്രേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ കൺസിഡർ ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്നലെ തന്നെ ഇതിന്റെ താഴെ വന്നു, പിന്നെ തിരിച്ചു കയറി, പിന്നെ താഴെ വന്നു, പിന്നെ അവിടെ കിടന്ന് കളിച്ച് എന്ന് പറഞ്ഞ ഒറ്റ പോക്കായിരുന്നു. ഇതാണ് ഈ 1 way മൂവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് വിട്ട് കുറവായോണ്ടാണ്, നമ്മുടെ CPR-ന്റെ വിട്ട് കുറവായോണ്ടാണ്. പറഞ്ഞോ, കഴിഞ്ഞോ? ഓക്കെ, ലാസ്റ്റ് ബ്രേക്ക് ഇപ്പം കേൾക്കണില്ല പ്രസാദേ. ഓക്കെ, ഈ CPR-ല് ഇപ്പം നിയാസ്ക് നേരത്തെ പറഞ്ഞു, ഓക്കെ 50 EMA മുകളിലും 20-30 മുകളിലും CPR-ന്റെ മുകളിലാണ് നമുക്ക് കോൾ പോവാന്ന് പറഞ്ഞു അല്ലേ? ലാസ്റ്റ് ഫ്രൈഡേ കോളിനാണ് കുറച്ചും കൂടി കോൺഫിഡൻസ് കൊടുക്കേണ്ടതെന്നുള്ളത്.
ഓൾട്ടറേറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ലേ. പക്ഷെ ഈ ലാസ്റ്റ് ഫ്രൈഡേന്റെ ചാർട്ടിൽ തന്നെ ജസ്റ്റ് അതിന്റെ മുകളിൽ തന്നെ നിന്നിട്ട് പെട്ടെന്നൊരു ഫോളോ വന്നല്ലേ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മള് SLC എന്തായാലും CPR താഴെയല്ല നമ്മൾ വെക്കേണ്ടത്. എന്ത് സപ്പോസ് ട്രേഡ് എടുക്കുകയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് മേളിൽ കോൾ എടുക്കാന്ന് പറയുമ്പോൾ ഇവിടെ പോയി കോൾ എടുക്കാനല്ല ഈ പറയുന്നത്, തിരിച്ച് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുമെങ്കിൽ മാത്രം, അതായത് ഇവിടെ നിന്ന് താഴെ വന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പോകണം മാത്രം. അതായത് ഇതേപോലെ എന്തെങ്കിലും വരണം, ഇതുണ്ടല്ലേ ഇതേപോലെ ഇതേപോലെ എന്തെങ്കിലും വന്നിട്ട്, അതായത് ഇതിന്റെ CPR താഴേന്ന് വന്ന, അതായത് CPR താഴേന്ന് മേലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി ട്രേഡ് എടുക്കാൻ നോക്കരുത്. പിന്നെ വന്നിട്ട് ഒരു എന്താ പറയാ ബോഡി, ഇപ്പൊ CPR അകത്തായി പോയി, അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് പോയി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് എടുക്കണേലും നല്ലത് ഇവിടെ നിന്നായിരിക്കും കൂടുതൽ സേഫ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് മുകളിലേക്ക് കയറിയാൽ തിരിച്ച് CPR സപ്പോർട്ട് എടുത്തിട്ട് പോകുമ്പോഴാണ്, അതായത് ഇവിടെ പോയിട്ട് എടുക്കരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തിരിച്ച് പിക്ക് മുട്ടി മേളിലേക്ക് കയറുമ്പോൾ അടുക്കുന്നതായിരിക്കും. ബോഡി മുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരെണ്ണം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഇതാരാണ് പിന്നെ ഈ സമയത്തൊക്കെ ഇത് വരുന്ന, ഇനിയിപ്പോ എന്താ പറയാൻ ആൾക്കാരുടെ അടുത്ത് പുതിയതായിട്ട് ഇപ്പൊ ആൾക്കാർ ജോയിൻ ചെയ്തോണ്ടിരിക്കണം എന്തിനാണാവോ. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ, ആരോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ആരോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ. റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും ഒന്നും കൂടെ ഒന്ന് കേൾക്കാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഓപ്സ്ട്രനകത്ത് നോക്കിയില്ലേ, ലോങ്സും ഷോർട്ടും ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോസും FIAസും. അത് വെച്ചിട്ട് ലൈക്ക് നമുക്ക് നാളത്തെ മാർക്കറ്റിന് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ലോങ് തന്നെ പോവാം, അല്ലെങ്കിൽ ലോങ് ആയിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാര്യം അവരും ഫുൾ പ്രൂഫ് അല്ലല്ലോ, അവർക്കും നേരെ ഓപ്പോസിറ്റ് വരാൻ പാടില്ലൊന്നുമില്ലല്ലോ. ദേ ആർ ഓൾസോ എക്സ്പെക്ടിങ് മാർക്കറ്റ് ശരിക്കും മൂവ് ചെയ്യിപ്പിക്കണം, അവരെന്നല്ലേ മൂവ് ചെയ്യിപ്പിക്കണം മാർക്കറ്റിനെ. തെറ്റിദ്ധാരണയാണ്, അതൊക്കെ തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. FIIs ആയിരുന്നു മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ FIIs വിറ്റപ്പോഴൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞോളി താഴേക്ക് വരണ്ടേ. നിങ്ങൾ നോക്കിക്കോ, FIIs 3000 സമയത്ത് പോലും മാർക്കറ്റ് മേലേക്ക് കയറി പോയിട്ടുണ്ട്. അതൊക്കെ മാറി, ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറി. കാര്യം റീറ്റെയിലേഴ്സ് ആർ പമ്പിങ് മണി. DIIസിനെ സംബന്ധിച്ചോളം, മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചോളം ദേ ഹാവ് ഗോട്ട് ഇനഫ് ക്യാഷ് ടു പമ്പ്. ഇപ്പൊ അവർ കുറച്ച് വിൽക്കണമെന്ന് വെച്ചാൽ ബേസിക്കലി മാർക്കറ്റ് ഇത്രയും കയറി, സോ ദേ ആർ പുള്ളിങ് ദ മണി ഔട്ട്. അത് കുറെ കൂടുതലും ഇപ്പൊ ഈ DIIs വിൽക്കുന്നത് കൂടുതലും ബേസിക്കലി എന്തായിരിക്കും എന്ന് പറയുമ്പോൾ അവർ വിൽക്കുന്നതായിരിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കാര്യം നമുക്ക് ഒരു വേറെ ഒരു സെപ്പറേറ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, 50% ഓൺ ടു 50 to 70% to equity, 30 to 50% to ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. സോ വാട്ട് മാർക്കറ്റ് ഹൈയിലായിരിക്കുന്ന സമയത്ത് അത് ഇക്വിറ്റിന്ന് കുറച്ച് വിഡ്രോ ചെയ്തിട്ട് ദേ വിൽ പുട്ട് ഇറ്റ് ഇൻ ഡെപ്റ്റ് ഫണ്ട്, സേഫ് ഹെവനിലേക്ക് അവർ മാറ്റും. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ, കാര്യം ദേ കനോട്ട് കീപ് ക്യാഷ്, അവർക്ക് ക്യാഷ് ഓവർനൈറ്റ് കീപ്പ് ചെയ്യാൻ പറ്റില്ല 5% കൂടുതൽ അല്ലാണ്ട്. അവർക്ക് ടോട്ടൽ ക്യാഷ് ഫ്ലോന്റെ 5% മാത്രമേ അവർക്ക് ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ഇറ്റ് ഹാസ് ടു ബി ഇൻവെസ്റ്റഡ് സംവെയർ. സോ അവർ ഇക്വിറ്റിന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ റിഡംഷൻ വരാൻ ഇപ്പൊ തൽക്കാലം സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഐ ഡോണ്ട് തിങ്ക് റിഡംഷൻസ് ഇപ്പൊ എന്തായാലും വരാൻ സാധ്യതയില്ല, മ്യൂച്വൽ ഫണ്ട് റിഡംഷൻസ്. അപ്പൊ ദേ വിൽ ബി പുള്ളിങ് ദാറ്റ് മണി ഫ്രം ഇക്വിറ്റി ടു ഡെപ്റ്റ് ഫണ്ട്. ആ സാധനം എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ഇക്വിറ്റിയിലേക്ക് റീക്രിയേറ്റഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, റീ എൻട്രി ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ FIIs ടോട്ടൽ ബുള്ളിഷ് ആണ്, ഒരു സംശയം കാര്യത്തിലില്ല. അവര് 3000-4000 കോടി ഡെയിലി വിറ്റുണ്ടെന്ന ആൾക്കാർ ഇപ്പൊ മൊത്തം തന്നെ തിരിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിലിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ക്യാഷില് ഇന്നലെ FIIs bought 9,236 crores they bought, and DIIs sold 3,000 crores ആയിരുന്നു. ടോട്ടൽ നെറ്റ് 6,000 ഇൻഫ്ലോ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അവ അത്രയും ലോങ് ആണ്. അവര് വിറ്റപ്പോ 3000-4000 വിറ്റിട്ടിരുന്ന, പക്ഷെ ഇപ്പൊ വാങ്ങിക്കുമ്പോൾ അവര് 9,000 ഒക്കെ വെച്ചിട്ടാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് ആണ് മാർക്കറ്റിൽ കാണുന്നത്. യെസ്, പറഞ്ഞോ. റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് റിസ്ക് മാനേജ്മെന്റ് വേറെ ഒന്നുമില്ല, സ്റ്റോപ്പ് ലോസ് വെക്കുക, മാനേജ് യുവർ റിസ്ക്, അത്രേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള പണിക്ക് നിൽക്കരുത്, സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള പണിക്ക് നിൽക്കരുത്, അത് നിർബന്ധം. സ്റ്റോപ്പ് ലോസ് ആണ് നമ്മുടെ റിസ്ക് മാനേജ്മെന്റ്. സ്റ്റോപ്പ് ലോസ് ഒരു ട്രേഡറിന്റെ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഫൈൻ യുവർ. ചില സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞത് ഇപ്പം ചില ട്രേഡ് നമ്മൾ എടുത്ത് സ്റ്റോപ്പ് ലോസ്
എടുക്കുന്നതിന് മുന്നേ ലൈക്ക് നമ്മൾ ജസ്റ്റ് മൂവ്മെന്റ് കിട്ടാണ്ട് സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് സ്റ്റോപ്പ് അടിച്ചിട്ട് കയറി പോവാ, അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ടാവുന്നുണ്ട്. ചില സമയത്ത് സ്റ്റോപ്പ് അടിച്ചിട്ട് കറക്റ്റ് നമ്മൾ വ്യൂയിലേക്ക് പോകും. അത് പാടില്ല എന്നല്ലേ ഞാൻ പറയുന്നത്. അത് തന്നെയാണ് പറഞ്ഞത്. അതും പാടില്ല. ഇന്ന് ഞാൻ 20 രൂപക്ക് വാങ്ങിച്ചത് ഞാൻ 30 രൂപക്ക് വിറ്റു. വൈകുന്നേരം നോക്കിയപ്പോൾ അത് 100 ആയി. അതുകൊണ്ട് നാളെ ഞാൻ ഈ 20 രൂപക്ക് വാങ്ങിച്ചാൽ 30 രൂപക്ക് വിൽക്കൂല, ഞാൻ 100-ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമെന്ന് എത്ര ഉറപ്പ്? വരും നിർബന്ധം ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. ഈ പല റീറ്റെയിലേഴ്സിന് പറ്റുന്നതാണ്. ഇപ്പൊ ഇന്ന് നാളെ പറ്റാൻ പോകുന്ന പലർക്കും പറ്റാൻ പോകുന്നതാണ്. ഇന്നലെ ഞാൻ നേരത്തെ വിറ്റുപോയി, ഇന്ന് ഞാൻ അബദ്ധഞ്ഞെന്ന് കാണിക്കൂല. അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അടിച്ചു പോകും. എന്റെ സ്റ്റോപ്പ് ലോസ് ആരെ കാണുന്നുണ്ട്? തെറ്റായ ധാരണ. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആരും കാണില്ല, നിങ്ങളല്ലാണ്ട്. നോബഡി സീയിങ് യുവർ സ്റ്റോപ്പ് ലോസ്. പക്ഷേ നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാകും എന്ന് അനുമാനിക്കാൻ പറ്റും. അത് ഞാനും ചെയ്യാറുണ്ട്. ഐ ക്യാൻ ഓൾസോ. അതാണ് ഞാൻ ഈ ബൈന് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടുന്നത്. ഞാൻ അവിടെ ബൈ ചെയ്യാൻ വേണ്ടി ബൈ ചെയ്യും. നിയാസ് ഭായ് അതേമാതിരി കാണിച്ചില്ല, ഇപ്പം ബൈ സ്റ്റോപ്പ് ലിമിറ്റ് അത് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് സെറ്റ് ആയിട്ട് എൻട്രി ചെയ്യാതെ എൻട്രി ആ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുക്കുകയാണ് ഞാൻ. എൻട്രി ചെയ്ത സ്പോട്ട് ആണ് സ്റ്റോപ്പ് ലോസ് വരിക അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ സെല്ലേഴ്സ് ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക എന്ന് വിചാരിക്കുക. എന്റെ ഒരു അസംഷൻ പ്രകാരം അവർ ഇവിടെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിന് തൊട്ട് മുകളിൽ കൊണ്ടുവന്നിട്ട് ഞാനൊരു ഓർഡർ ക്രിയേറ്റ് സ്റ്റോപ്പ് ലോസ് ബൈ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യണം? മാർക്കറ്റ് ഇതിന്റെ മേലിലേക്ക് പോയാൽ മാത്രമേ എന്റെ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആണ്. കാര്യം വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഒറ്റ പോക്കായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവുക എന്നൊരു അസംഷൻ, ഒരു കാൽക്കുലേഷൻ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ബൈ ഇട്ട് വെക്കും. അപ്പൊ അല്ലെങ്കിൽ ഇത് വിട്ടാൽ ചിലപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ പോലും പറ്റില്ല. ഒരു പ്രാവശ്യം റിയൽ ഫാക്ട്, ഒരു 4 വർഷം 1 വർഷം 2 വർഷം 1 വർഷം മുമ്പ്, ഒരു മാക്സിമം ഒരു 1 ഇയർ ആയിട്ടുണ്ടാവും, ഞാൻ 5000 കണ്ടിട്ടാണ് ഞാൻ എക്സിറ്റ് അടിക്കുന്നത്. 5000 സ്ക്രീനിൽ ഞാൻ പ്രോഫിറ്റ്, അത് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കാണാലോ. ഞാൻ ഇവിടെ എക്സിറ്റ് അടിക്കുമ്പോൾ 5000 ആണ് അതിന്റെ അകത്തുള്ളത്. പക്ഷെ റിയൽ എക്സിറ്റ് നടന്നത് 12,800 റുപ്പീസിനാണ്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? അതാണ് ചില സമയത്തുള്ള സ്പീഡ്, ഓപ്ഷന്റെ സ്പീഡ്. അതാണ് ചില സമയത്തുള്ള ഓപ്ഷന്റെ സ്പീഡ് വരുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് എൻട്രി എടുക്കാൻ നമ്മൾ അവിടെ പോയിട്ട് എൻട്രി മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുന്നതിന് വരെ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇരിക്കും. ഞാൻ ഇവിടെ വിറ്റിട്ട് അത് ഇവിടെയാണ് റിയൽ ട്രേഡ് ആയിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾ ബൈ എടുക്കുമ്പോൾ അതുപോലെ തന്നെ വരാലോ. മാർക്കറ്റ് പ്രൈസിൽ ബൈ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് പോയിട്ട് പർച്ചേസ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫ്രീ ട്രേഡ് കണ്ടില്ലേ മറ്റേ ഇതിന്റെ ഈ മാർക്കറ്റ് ഓർഡർ പ്രൈസ് ഇട്ട് പോകുന്നതുകൊണ്ടാണ്, മാർക്കറ്റ് ഓർഡർ ഇട്ട് പോകുന്നതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 100-ലുണ്ടായിരുന്ന സാധനം 200-ലുണ്ടായിരുന്ന സാധനമായിട്ട് 900-ലേക്ക് ഒറ്റയടിക്ക് ഒറ്റ ക്യാൻഡിൽ പോവാ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആ 900-ന് വാങ്ങിച്ചവൻ എന്ത് ചെയ്യും? അവന്റെ സ്ഥിതി എന്തായിരിക്കും? സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ലൈക്ക് ഞാൻ ഇപ്പൊ 100-ന് മേടിക്കാണ്, എനിക്ക് 90 ആണ് എന്റെ സ്റ്റോപ്പ് ലോസ്. ഇത് ഫുൾ സെറ്റ് ചെയ്ത് എൻ്റർ ചെയ്യാൻ പറ്റുമോ? ബ്രാക്കറ്റ് ഓർഡർ മാത്രം. ബ്രാക്കറ്റ് ഓർഡർ അത് നിങ്ങൾ ചാർട്ടിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇടുകയാണ്. ഇപ്പൊ ഇവിടെ ഞാൻ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ക്രിയേറ്റ് ഓർഡർ, ഇവിടെ ടേക്ക് പ്രോഫിറ്റ്, ടേക്ക് സ്റ്റോപ്പ് ലോസ്. ഇപ്പൊ ഞാൻ 404-ലാണ് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്താ പറയാ 390 എന്റെ സ്റ്റോപ്പ് ലോസ്, 450 എന്റെ ടാർഗറ്റ്. അത്രേ ഉള്ളൂ. പക്ഷെ നിയാസ് ഭായ് ഇതിനൊരു പ്രോബ്ലം പറഞ്ഞില്ലേ? ഇപ്പൊ നമ്മളിപ്പോ 2, 3, 4 ലോട്ട് എടുക്കുകയാണെങ്കിൽ അത് 4 എൻട്രി ആയിട്ട് കണക്കൂട്ടി അല്ലെ? വാങ്ങിക്കുമ്പോ ഒറ്റ മാത്രമേ ഉള്ളൂ. വാങ്ങിക്കുമ്പോ ഒരു ഓർഡർ മാത്രമേ ഉള്ളൂ. പക്ഷെ വിൽക്കുമ്പോ നിങ്ങൾ 5 ലോട്ട് എടുത്തു, നിങ്ങൾക്കത് 3 പേരുടെ അടുത്താണ് കിട്ടിയിരിക്കുന്നത്. ഒരാളുടെ അടുത്ത് 2 ലോട്ട് കിട്ടി, വേറൊരാളുടെ അടുത്ത് 2 ലോട്ട് കിട്ടി, ഒരാളുടെ അടുത്ത് 1 ലോട്ട് കിട്ടി. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വിൽക്കുമ്പോൾ സിസ്റ്റം അത് എന്താ പറയാ, സിസ്റ്റം അത് 3 സെപ്പറേറ്റ് ഓർഡർ സെൽ ഓർഡർ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ പ്രശ്നമുണ്ട് ബ്രാക്കറ്റ്. 3 എൻട്രിക്കുമുള്ള 20 ചാർജസും വരും, മറ്റേ ടാക്സും വരും. ടാക്സ് അല്ലെങ്കിലും വരുമല്ലോ, ടാക്സ് പെർസെന്റേജ് സെയിം ആയിരിക്കും. ഓക്കെ, സെയിം ആയിരിക്കും. പക്ഷെ എൻട്രി ചാർജസ് വരില്ല, ബ്രോക്കറേജ് വരും. ബ്രോക്കറേജ് ബ്രാക്കറ്റ് ഓർഡർ എടുത്തതിനാൽ അങ്ങനെ തന്നെ അല്ലേ സെല് ചെയ്യാൻ പറ്റുള്ളത്? പിന്നെ മാറ്റാൻ പറ്റുള്ളത്. ബ്രാക്കറ്റ് ഓർഡർ ആയിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓർഡർ ആയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ നിങ്ങൾ എടുത്തു, അതായത് ഇവിടെയാണ് നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ഇവിടുന്ന് നിങ്ങൾ എടുത്തു, ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണം. അപ്പൊ പൊസിഷനിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ സ്റ്റോപ്പ് ലോസ് ഓർഡർ നിങ്ങൾ എപ്പോൾ ക്യാൻസൽ ചെയ്യുന്നോ ആ മാർക്കറ്റ് പ്രൈസിൽ പൊസിഷൻ എക്സിറ്റ് ആവും. അതാണ് വരുന്നത്. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എൻട്രി ഒന്ന് കാണിക്കാമോ? ഇത് തന്നെ മോനെ ജിനോഷെ, ഇതാണ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ബൈ ഓർഡർ. ഇപ്പം ഇതിപ്പോ ഇവിടെയാണ് നിൽക്കുന്നത്.
എനിക്ക് ഇവിടെ ഇതിന്റെ മേളിൽ നിന്ന് ഓർഡർ എടുക്കണം. പാടാണ് ഈ സമയത്ത് ആരാണ് എൻട്രി ചെയ്യുന്നത്? 5 മണിക്ക് ഇവിടെ എനിക്ക് ഓർഡർ എടുക്കണ്ട. ക്രിയേറ്റ് ഓർഡർ ഇടുക. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എനിക്ക് 58 മേളിലാണ്. എനിക്ക് ഇപ്പൊ 306 ട്രേഡ് എടുക്കണം. 358 മേളിൽ എനിക്ക് ട്രേഡ് കിട്ടിയാൽ മതി. ഞാൻ എന്ത് ചെയ്യും? 358, 25, 360 എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇവിടെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് നോക്കും. അപ്പൊ ഇവിടെ ഒരു ലൈൻ വന്ന് ഇങ്ങനെ കിടക്കും. പെൻഡിങ് ഓർഡറിന്റെ ഒരു ലൈൻ വന്ന് ഇവിടെ കിടക്കും. മാർക്കറ്റ് ഇങ്ങനെ അടിച്ച് പോകുമ്പോൾ എന്റെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ പോകും. അതാണ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എൻട്രി. അത്രേ ഉള്ളൂ. ജിനോഷ് മനസ്സിലായോ? ജിനോഷ് ഓക്കെ മനസ്സിലായി, ആൾക്ക് മനസ്സിലായി. ഇനിയോ അത്രേ ഉള്ളൂ. വേറെന്താണ്? നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്താലോ? എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് 6 മണിക്ക്. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. പറഞ്ഞോ മോനെ. നമ്മുടെ ഇപ്പൊ ഷോർട്ട് കവർ അൺവൈൻഡിങ് ഒക്കെ വരാൻ സാധ്യത ആഫ്റ്റർനൂൺ ആണോ അതോ ബിഫോർ ആഫ്റ്റർനൂൺ ആണോ? 1 o'clock ശേഷം പ്രതീക്ഷിച്ചാൽ മതി ഷോർട്ട് കവറിംഗ്. കാര്യം അതുവരെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടല്ലോ. അവർ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ മാതിരി അങ്ങോട്ട് എന്താ പറയാ ഫെയിലിയർ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യൂല. അവർ ലാസ്റ്റ് മൊമെന്റ് വരെ ഫൈറ്റ് ചെയ്യും. പക്ഷെ 1 മണി 2 മണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവർക്ക് സമയമില്ലല്ലോ. സോ കൂടുതൽ ഉണ്ടാവുക മന്ത്ലി എക്സ്പയറി ഇടാന്നായിരിക്കും. ഷോർട്ട് കവർ കൂടുതലും ക്രിയേറ്റഡ് ആവുക മന്ത്ലി എക്സ്പയറി ഇടാന്നായിരിക്കും. കൂടുതൽ സ്റ്റോക്സ് വെച്ചിട്ടല്ലേ അവർ ചെയ്യുന്നുണ്ടാവും അല്ലേ? അവരൊക്കെ സ്റ്റോപ്പ് വെച്ചിട്ട് സ്റ്റോപ്പ് വെക്കാത്ത പരിപാടി. സ്റ്റോക്സിൽ സെല് ചെയ്തിട്ടല്ലേ ശരിക്കും ഇൻഡെക്സ് മാനേജ് ചെയ്യുന്നുണ്ടാവുക? സ്റ്റോക്കില് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നുമില്ല, 15 വർഷം മുമ്പാണ് സ്റ്റോക്ക് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അത്രയും കോടിക്കൊക്കെ സെല് ചെയ്യണ്ടേ സ്റ്റോക്കിന്? അത്രയും വേണം. ഞാനിത് കാണുന്ന സമയത്ത് മാർക്കറ്റ് ആകപ്പാടെ 4500 ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജൂഹു സെന്റൂറിന്റെ തൊട്ടിപ്പുറം ഒരു ജൂഹു ബീച്ച് ഹോട്ടൽ ഉണ്ട്. ഇഫ് എനിബഡി ഇൻ ബോംബെ ദേ വിൽ ബി നോയിങ് അബൌട്ട് ഇറ്റ്. ജൂഹു സെന്റൂറിനോട് ചേർന്ന് തന്നെ ഒരു ജൂഹു ബീച്ച് ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്, വലിയ ഹോട്ടലുണ്ട്. അതിനൊരു ബീച്ച് സൈഡ് റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് 6-7 പേര് ഇരുന്നിട്ട് അവർ തീരുമാനിക്കും മാർക്കറ്റ് എവിടെ എക്സ്പയർ ചെയ്യണം. ഞാൻ അന്ന് മന്ത്ലി എക്സ്പയറി ഉള്ളൂ, വീക്കിലി എക്സ്പയറി ഇല്ല. 15 വർഷം മുമ്പാണ്. എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ കണ്ടുപിടിക്കണം. അവർ കളിച്ചിട്ടിരുന്ന ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു എന്റെ ഓർമ്മ. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അവർ വിചാരിച്ചോടത്ത് അവർ എക്സ്പയറി കൊണ്ടുവരും. ദേ വിൽ പ്ലേ വിത്ത് 1 or 2 സ്റ്റോക്സ്. അവർ വിചാരിച്ചോടത്ത് കൊണ്ടുവരും. അന്ന് നടക്കുമായിരുന്നു. ഇന്ന് നടത്തണമെന്നുണ്ടെങ്കിൽ ദേ വിൽ റിക്വയർ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് മണി. കാര്യം മാർക്കറ്റ് അത്രയും വലുതാണ്. അതാണ് പ്രശ്നം. നിർത്തിയാലോ? നമുക്ക് ഇടയ്ക്ക് ചെയ്യാം. ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. നമുക്ക് ചെയ്യാം. നമുക്ക് every 2 weeks നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ റിക്വസ്റ്റ് ഉണ്ട്. ഇതിൽ ഒത്തിരി പേര് റെഗുലർ നല്ല പ്രോഫിറ്റ് എടുക്കുന്ന നല്ല സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും അറിവുകളൊക്കെ ഷെയർ ചെയ്യണമെങ്കിലും. പിന്നെ ആരെങ്കിലും ഷെയർ ചെയ്യാത്ത ഞാനിപ്പോ എന്താണ് ഞാൻ പറയാറുണ്ട്. അല്ല, അവർക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഇക്ക മാത്രം തന്നെ ട്രേഡുകളൊന്നും ഇല്ലാന്ന് പറയണേ. എന്തായാലും അങ്ങനെ എല്ലാരും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഐ മേ ബി ട്രാവലിംഗ് ഔട്ട് ടു ബാങ്കോക്ക്. പിള്ളേര് വെക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീരുമാനിച്ചിട്ടില്ല. എന്നാ പോകുന്നേ? തീരുമാനിച്ചില്ല. അതൊക്കെ പോയാ മതി. ഓക്കെ, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട് 6 മണിക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക്സ്.